അറിയുമല്ലോ. അപ്പൊ അതനുസരിച്ചിട്ട് നിങ്ങൾ ആ ക്ലാസ്സിന്റെ വാതിൽ കൂടി കയറി ചെല്ലും. ഓൺലൈനിലും അതുപോലെ തന്നെയാണ്. ഓരോരോ ക്ലാസ് റൂമുകളുണ്ട്. അപ്പോ ഓരോരുത്തരുടെയും പേര് കിടക്കുന്നത് ഏത് ക്ലാസ് റൂമിലാണ് എന്നുള്ള കാര്യമാണ് ആദ്യം ചെക്ക് ചെയ്യേണ്ട ആദ്യത്തെ കാര്യം. അത് ചെക്ക് ചെയ്തതിനു ശേഷം ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ആ റൂമിൽ കയറാൻ സാധിക്കും. ആ റൂമിൽ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വാട്സപ്പിൽ നിങ്ങൾക്ക് ഇതിന്റെ ലിങ്ക് ലഭിക്കുന്നതാണ്. ഈ പരീക്ഷ എഴുതേണ്ടതിന്റെ ലിങ്ക്. ഇപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാ, നിങ്ങൾ മൊഡ്യൂൾ എക്സാം ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ? ഇല്ല സാർ, ഞങ്ങൾ ചെയ്തിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ ഡൗട്ട് വന്നു. മൊഡ്യൂൾ എക്സാം ഇതുവരെ ചെയ്തിട്ടില്ല? നിങ്ങളുടെ മൊഡ്യൂൾ ഞങ്ങളുടെ പോർഷൻ തീരുന്നല്ലേ ഉള്ളൂ, ഞങ്ങളുടെ പോർഷൻ തീർന്നിട്ടില്ലല്ലോ. അപ്പൊ ഫസ്റ്റ് ഒരു മൊഡ്യൂൾ ആണ് ഞങ്ങള്. മനസ്സിലായി. അപ്പോ പിന്നെ മൊഡ്യൂൾ എക്സാമിന് നിങ്ങൾക്ക് അതിന്റെ ഒരു പരിചയമാവും. അപ്പൊ മെയിൻ എക്സാമിന് പിന്നെ വേറെ ഒന്നും ഭയപ്പെടേണ്ടതില്ല. പിന്നെ നേരെ ചെന്ന് എഴുതിയാൽ മതി. ഇത് വലിയ ആശങ്കപ്പെടാനുള്ള കാര്യമൊന്നുമില്ലാതെ വളരെ സിമ്പിളാ. ആ ലിങ്കിൽ കയറുക, നമ്മൾ നേരെ അതിലോട്ട് ആ ലിങ്ക് നമ്മളെ വലിച്ചുകൊണ്ട് അങ്ങോട്ട് പോകും. അത് അവിടെ ചെല്ലുക. അവിടെ ഒരു ചോദ്യം ഉണ്ടാവും, 4 ഉത്തരം ഉണ്ടാവും. ആ ചോദ്യത്തിന് 4 ഉത്തരത്തിൽ ടിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ. ഓക്കെ സാർ. ഓക്കെ. പിന്നെ നമ്മുടെ ഈ എക്സാം ടൈം കുറെ പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. 12 തൊട്ട് 1 മണി വരെയാണ് നമുക്ക് MT5 ടൈം തന്നിരുന്നത്. മോഡൽ എക്സാമേ 12 തൊട്ട് 1 മണി വരെ തന്നിട്ടുണ്ട്. മോഡൽ എക്സാം 20-ാം തീയതി തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ അത് 12 മണി തൊട്ട് 1 മണി വരെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ജോലിയൊക്കെ ഉള്ളവർക്ക് അത് ആ ഒരു ടൈമില് ഓഫീസിൽ നിന്നൊക്കെ കിട്ടുക എന്നുള്ളത്, അത് അങ്ങനെ ഒരു റിക്വസ്റ്റ് സാറിനോട് ചോദിക്കണം. അത് ടൈം മാറ്റിയില്ലെങ്കിലും ഇപ്പൊ അന്നേരം എഴുതാൻ പറ്റാത്തവർക്ക് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? അങ്ങനെ ഞാൻ പറയാം, ഒന്ന് കേൾക്കൂ. അതായത് അതിൻ്റെ അകത്ത് മോഡൽ എക്സാം എന്ന് പറയുന്നത് എല്ലാവർക്കും നിർബന്ധമുള്ള കാര്യമല്ല. ഈ കോഴ്സിന് നിർബന്ധമില്ല. പക്ഷെ മോഡൽ എക്സാം നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള നിങ്ങളുടെ ആശങ്കകൾ പരിഹരിച്ചു പോകുന്നതിനും ആ ഒരു കാര്യം വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിലുള്ള ഒരു പെർഫെക്ഷൻ കിട്ടുന്നതിനും വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയിട്ടും അക്കാദമിക് വിഷയങ്ങളെ കുറെ കൂടി നന്നായിട്ട് പഠിച്ച് അതിനെ സമീപിക്കാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു എക്സാം നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ആ എക്സാം നിങ്ങൾ ചെയ്യുന്നത് വേറൊരു നിർബന്ധമുള്ള കാര്യമല്ല. അപ്പൊ ജോലിയുള്ളവര് ഒരു കാരണവശാലും അതിന് പോകേണ്ടതില്ല. എക്സാം എഴുതണമെന്നില്ല. അവര് ചെയ്യേണ്ടത് ജോലി സമയം കഴിഞ്ഞതിന് ശേഷം ആ ലിങ്കിൽ കയറിയിട്ട് വെറുതെ എക്സാം അറ്റൻഡ് ചെയ്താൽ മാത്രം മതിയാണ്. സമയം നമുക്ക് മാറ്റാനായി പറ്റില്ല. അതിലുള്ള കാര്യം എന്താന്ന് പറയാം. ഞാനൊന്ന് പറഞ്ഞോട്ടെ. സമയം മാറ്റാൻ പറ്റാത്ത കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുഷ്പ ചേച്ചിക്ക് 12 മണി മുതൽ 1 മണി വരെ ആയിരിക്കും പിന്നെ ഒഴിവുള്ള സമയം. സരള ചേച്ചിക്ക് 1 മണി മുതൽ 2 മണി വരെ ആയിരിക്കും. മനസ്സിലായോ? ശാന്ത ചേച്ചി വേറൊരു സമയത്ത്. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും അവരവർക്കുള്ള സൗകര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഈ കാര്യം ചെയ്യാൻ പറ്റൂല. കാരണം നിങ്ങളുടെ ബാച്ചിൽ ഐ തിങ്ക് എബൌട്ട് 200 ആണെന്ന് തോന്നുന്നു. അത്ര സ്റ്റുഡൻസ് അത്ര ഉണ്ടാവും. അപ്പൊ ഇവർക്കൊക്കെ പലർക്കും പല സമയവും പലതരത്തിലുള്ള അസൗകര്യങ്ങൾ ഉണ്ടാവും. അപ്പോ അത് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നിശ്ചയിക്കുന്ന പ്രകാരം തന്നെയാണ്. ഇവിടുത്തെ ബാക്കിയുള്ള ക്ലാസ്സുകളും ബാക്കിയുള്ള എക്സാമുകളും ഇതൊക്കെ കൂടി വെച്ചിട്ടാണ് ഷെഡ്യൂൾ പോണത്. അപ്പോ അതിൽ നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റൂല. അതിന്റെ ഒരു പരിമിതി ഇതാണ്. അപ്പോ മെയിൻ എക്സാമും അങ്ങനെ തന്നെയായിരിക്കും. അപ്പോ മെയിൻ എക്സാമിനും ഇതുപോലെ മെയിൻ എക്സാമിന് അപ്പൊ നിങ്ങൾ തൊഴിലിടത്തിലാണെങ്കിലും അവിടെ ഇരുന്നിട്ട് പിന്നെ എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള ഒരു അവസരം ചോദിച്ച് ഒരല്പം സമയമേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു 50 മിനിറ്റ് തരുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ഒരു 15 മിനിറ്റ് കൊണ്ടൊക്കെ എക്സാം തീർത്ത് പോകാൻ പറ്റും. വളരെ സിമ്പിളാണ്. ഇപ്പൊ ഇവിടെ സ്മാർട്ട് സ്ത്രീയിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ ജീവനക്കാരെ ഇവിടെ പഠിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരപ്പോ നമ്മോട് ചോദിച്ചിട്ട് കുറച്ച് സമയം ഒരു 20 മിനിറ്റ് ഒക്കെ മതി. 20 മിനിറ്റ് കൊണ്ടൊക്കെ അവർ തീർത്തു പോകാറുണ്ട് കേട്ടോ. റൈറ്റ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സാറേ, മോഡൽ എക്സാം കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ എക്സാം വരുമല്ലോ. അത് കഴിഞ്ഞിട്ട് PGയുടെ മോഡൽ എക്സാം, PG മെയിൻ എക്സാം, ആ ഒരു പാറ്റേൺ ആണോ വരുന്നത്? അതെ. ഡിപ്ലോമയുടെ എക്സാം കഴിഞ്ഞ് തൊട്ട് പുറകെ PGയിലുള്ളവർക്ക് PGയുടെ എക്സാം ഉണ്ടാവും, മോഡൽ എക്സാം ഉണ്ടാവും. അത് കഴിഞ്ഞ് മെയിൻ എക്സാം ഉണ്ടാവും. ഓക്കെ. ഇതിനകത്തെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോ ഈ മോണ്ടിസോറിയുടെ ഇതിലുമായി ബന്ധപ്പെട്ടുകൊണ്ടേ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെറിയൊരു വ്യത്യാസം അത് എല്ലാ ബാച്ചുകളിൽ നിന്നും വന്നിട്ടുണ്ട്. ഇപ്പോ ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് മോണ്ടിസോറിക്ക് നമ്മൾ പരീക്ഷ പറഞ്ഞിരുന്നത്. പക്ഷെ 7 സബ്ജക്റ്റ് ആണ് നിങ്ങൾക്ക്. അപ്പോൾ പരീക്ഷ കഴിയാൻ വേണ്ടി മാത്രം 17-18 ദിവസം എടുക്കും. തിങ്കള്, ബുധൻ, വെള്ളി 3 എണ്ണം കഴിഞ്ഞു. അടുത്ത
തിങ്കള് ബുധൻ വെള്ളി അടുത്ത 3 കഴിഞ്ഞു. അപ്പൊ 6 കഴിഞ്ഞുള്ളൂ. അപ്പോ 7 14 15 ദിവസം എടുക്കും. അപ്പൊ അതുകൊണ്ട് അടുത്തടുത്ത ദിവസങ്ങളിൽ വരണം എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ജിസമിസും അവരൊക്കെ ആയിട്ട് അക്കാദമിക് ടീമായിട്ട് സംസാരിച്ചിട്ട് അതിന്റെ ഒരു അപ്ഡേഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് വരും, എങ്ങനെയാണ് എക്സാം നടത്തുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടേ. ഓക്കെ, പറയൂ, അടുത്ത ചോദ്യം എന്താണ്? വേറെ എല്ലാരും വെയിറ്റ് ചെയ്യുക, അവര് ചോദിക്കട്ടെ സാറേ. അല്ല, ചിലപ്പോ ഒരാളുടെ ചോദ്യം തന്നെ പലർക്കും ഉണ്ടാവും കേട്ടോ. ചോദ്യങ്ങൾ വന്നത് ചോദിച്ചു പോക്കോ, ചോദിച്ചു പോകാം നമുക്ക്. ഓക്കെ, കമോൺ. സാർ, എൻ്റെ പേര് ഫർസാന എന്നാണ്. സാർ, ഞാൻ ഇങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് 4 മന്ത് ക്ലാസ്സിൽ കയറാനായിട്ട് പറ്റില്ലായിരുന്നു. ഞാനിപ്പോൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മെയിൻ എക്സാം സമയത്ത് ഹോസ്പിറ്റലിൽ പോകാനുള്ള ബുദ്ധിമുട്ട് വന്നാൽ അപ്പോൾ എനിക്ക് മാറ്റി എക്സാം പിന്നെ എഴുതാൻ പറ്റുമോ? അതിൻ്റെ പറ്റും. അത് ചിലപ്പോൾ ഇങ്ങനെ ഈ മെയിൻ എക്സാം സമയത്ത് എനിക്ക് ഹോസ്പിറ്റലിൽ പോവേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ഞാൻ മാറത്തുള്ളൂ, അല്ലെങ്കിൽ അത് എക്സാം എഴുതും. സാറിന്റെ അസൈൻമെന്റും ഞാൻ സബ്മിറ്റ് ചെയ്യാനായിട്ടുള്ള ആണ്, കാരണം ഞാൻ ആ സമയത്തൊക്കെ ഹോസ്പിറ്റലിലായിരുന്നു ഇത് സബ്മിറ്റ് ചെയ്യുന്ന ടൈമിലൊക്കെ. ഡോണ്ട് വറി, അതൊന്നും ആലോചിച്ച് ആശങ്കപ്പെടേണ്ടതില്ല കേട്ടോ. റൈറ്റ്. ശരി സാർ, അപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ചത്. വേറെ എന്തായിരുന്നു? സാർ, എൻ്റെ പേര് നുസ്രത്ത് എന്നാണ്. ഓക്കെ, നമുക്ക് അബ്രോഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, അത് അവിടേക്ക് പോകുന്നേരോ ഈ PG കാർക്ക് മാത്രമാണോ വാല്യൂ ഉള്ളൂ, അല്ലെങ്കിൽ ഡിപ്ലോമക്കാർക്ക് അതിനെ കൊണ്ട് വാല്യൂ ഉണ്ടാവുമോ? ഡിപ്ലോമക്കാർക്കും വാല്യൂ ഉണ്ട്, PG കാർക്കും വാല്യൂ ഉണ്ട്. അത് ഏത് സ്കൂളിലാണോ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നത് ആ സ്കൂളിന്റെ മാനേജ്മെന്റിന്റെ പോളിസി മാറ്ററുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ചില സ്കൂളുകൾ, അപൂർവം ചില സ്കൂളുകൾ PG കാരെയാണ് എടുക്കാറുള്ളത്. അപൂർവം ചില സ്കൂളുകൾ. നമ്മുടെ നാട്ടിൽ ഒരു മോസ്റ്റ് ഓഫ് ദ സ്കൂൾസ് പിന്നെ ഡിപ്ലോമക്കാരെയാണ് എടുക്കാറ്. അപൂർവം ചില സ്ഥാപനങ്ങൾ PG കാരെ മാത്രം എടുക്കുന്ന സ്ഥാപനങ്ങളും ഉണ്ട്. അപ്പോ അത് ആ സ്കൂളിന്റെ പിന്നെ സ്കൂൾ മാനേജ്മെന്റിന്റെ ഒരു ഡിറ്റർമിനേറ്റീവ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാര്യമാണ്, അവരുടെ ഒരു വിവേചനാധികാരമാണ് കേട്ടോ. ഓക്കെ, റൈറ്റ്. പിന്നെ സാർ, കോൺവെക്കേഷൻ സെറമണി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ജൂലൈയിലേക്ക് തീരുമോ? ജൂലൈ ഒന്നും പോകണ്ടല്ലോ. നിങ്ങളുടെ മോഡൽ എക്സാം പറഞ്ഞാക്കുന്നത് എന്താണ്? 21 മുതൽ സ്റ്റാർട്ടിങ്. മെയ് 21 മുതൽ സ്റ്റാർട്ടിങ് അല്ലേ? മെയ് 21 സ്റ്റാർട്ടിങ് ആയപ്പോൾ മെയ് 21 സ്റ്റാർട്ടിങ് 7. ഓക്കെ, അപ്പോ ജൂലൈ ഫസ്റ്റ് വീക്ക് ആയിരിക്കും. ഓക്കെ. മെയിൻ എക്സാം ഏത് മാസമായിട്ട് വരും സാറേ? ജൂൺ മാസത്തിലായിരിക്കും. ജൂൺ മാസം ഒരു സെക്കൻഡ് വീക്കോ ചിലപ്പോൾ ഫസ്റ്റ് വീക്കോ. അപ്പൊ അതുകൊണ്ട് തന്നെ കോൺവെക്കേഷൻ ഒരു പക്ഷെ ജൂൺ ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ജൂലൈ ഫസ്റ്റ് വീക്ക് ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇതിന്റെ PGയുടെ എക്സാമും കൂടെ വരുന്നില്ലേ സാറേ? അപ്പൊ അതിന്റെ മോഡലും അത് മെയിനും കൂടെ നടക്കണമല്ലോ. അത് നടക്കും. അത് ജൂണിൽ തന്നെ ഉണ്ടാവും. അത് മെയിനും മോഡലും മെയിനും എല്ലാം ജൂണിൽ തന്നെയാണോ? അതെ. അടുത്ത ചോദ്യം. സാർ, എന്റെ പേര് മിഥുന. സാർ, അബ്രോഡ് സർട്ടിഫിക്കറ്റിന്റെ കാര്യമല്ലേ, അത് നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത്? എക്സാം ഫീസിന് വേണ്ടിയിട്ട് നിങ്ങൾ ആരെങ്കിലും വിളിച്ചു തുടങ്ങിയോ? ഇല്ല, എന്നെ വിളിച്ചിട്ടില്ല. ഒരു സെക്കൻഡ്. രാജേശ്വരി,
എക്സാം ഫീസിന് വേണ്ടി വിളിക്കുന്ന സമയത്ത് പിന്നെ അവര് നിങ്ങളോട് പറയും ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് നിങ്ങൾക്ക് വേണ്ടത്, SDC സർട്ടിഫിക്കറ്റ് വേണോ എന്നുള്ളതിനെ സംബന്ധിച്ചിട്ട് ചോദിച്ചിട്ട് അന്നേരം അവർ പറയും അവരോട് പറഞ്ഞാൽ മതി. നമ്മുടെ PROമാര് ഈ ഗ്രൂപ്പിനകത്തുള്ള മുഴുവൻ ഫീസ് പൂർണ്ണമായും അടച്ചിട്ടുള്ള എക്സാം എഴുതാൻ എലിജിബിൾ ആയിട്ടുള്ള ആളുകളെ മാത്രമേ വിളിക്കുകയുള്ളൂ. ഓക്കെ, ഫീസ് അടക്കാൻ പെൻഡിങ് ഉള്ളവരെ ഒരു കാരണവശാലും എക്സാം എഴുതാൻ അനുവദിക്കുന്നതല്ല. ഓക്കെ, എന്തെങ്കിലും തരത്തിൽ ഫീസ് പെൻഡിങ് അങ്ങനെ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇത്രാം തീയതിക്കുള്ളിൽ അടക്കാം എന്ന് പറഞ്ഞാൽ എക്സാം എഴുതാനുള്ള പ്രൊവിഷൻ നിങ്ങൾക്ക് ചെയ്തു തരാനായി നമുക്ക് സാധിക്കുന്നതുമാണ്. ഓക്കെ, ഇപ്പൊ മനുഷ്യരാണല്ലോ, പല സാഹചര്യം കൊണ്ട് പക്ഷെ അടക്കാൻ പറ്റിയില്ല എന്ന് വന്നേക്കാം. അങ്ങനെ വന്നാൽ അതുകൊണ്ട് നമ്മൾ എക്സാം എഴുതിപ്പിക്കാതിരിക്കൂല. നിങ്ങൾ പക്ഷെ വിളിച്ച് പറയണം നമ്മളോട് ഇത്രാം തീയതിക്കുള്ളിൽ ഫീസ് അടക്കാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം എഴുതാനുള്ള അനുവാദം നമ്മൾ തരും കേട്ടോ. റൈറ്റ് സർ എന്റെ പേര് ജിഷാന. സർ എക്സാം ഫീസ് എത്രയാ വരാ? എക്സാം ഫീസ് നിങ്ങളുടെ ബാച്ചിന്റെ ഞാനൊന്ന് നോക്കിയിട്ട് പറയാം. ഇപ്പൊ തന്നെ പറയാം, അതിന്റെ റിപ്പോർട്ട് ഇപ്പൊ തന്നെ പറയാം. അല്ല സർ, ഞങ്ങളില്ലേ ജോയിൻ ചെയ്യിക്കുന്ന സമയത്ത് എക്സാം ഫീസിന്റെ കാര്യം പറഞ്ഞിരുന്നില്ല. ഇതാരാ 7,000 പറയൂ. 7,000 രൂപയുടെ കാര്യം പറഞ്ഞായിരുന്നു. പിന്നെ വന്നിട്ട് നമുക്ക് അബ്രോഡിന്റെ സർട്ടിഫിക്കറ്റ് ഒരു 1,500 രൂപ പറഞ്ഞായിരുന്നു. അപ്പൊ എക്സാം ഫീയുടെ കാര്യമില്ല. 7,000 രൂപയിലെല്ലാം ഈ കോഴ്സ് ചെയ്യിപ്പിക്കുന്ന പറഞ്ഞത്. ഒരുമിച്ച് അടയ്ക്കുകയാണെങ്കിൽ 6,000. അതൊക്കെ ജിഷ പറയുന്നതിനകത്തെ ജിഷക്ക് ഒരു ആശയക്കുഴപ്പം സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെന്താന്ന് വെച്ചാൽ ഇതിനു മുമ്പുള്ള ബാച്ചുകളൊക്കെ ഉണ്ട്, എല്ലാത്തിലും നമുക്ക് എക്സാം ഫീസ് ഉണ്ട്. കാരണം എക്സാം ഫീസ് പിന്നെ ഈ ആക്ഷേപം എനിക്ക് ഇന്ന് രാവിലെ വന്നിട്ടോ. ജിഷ പറഞ്ഞ ഈ ആക്ഷേപം ഏതോ ഒരു സ്റ്റുഡന്റ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഞാനപ്പോ നിങ്ങളുടെ ബാച്ചിലുള്ള വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങളോട് സംസാരിക്കുന്ന ഒരു കോൾ റെക്കോർഡിങ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ സ്റ്റുഡന്റിന്. ആ MT5 ഒരു കുട്ടിയാണ്, എനിക്ക് പേരറിയൂല, നമ്പർ ഉണ്ട് എന്റെ അടുത്ത്. പ്രിയയും സുജയും ഷംസീനയുമാണ് MT5 അഡ്മിഷൻ എടുത്തിട്ടുള്ളത്. അപ്പൊ അവര് പ്രിയ സെൽവരാജായിരുന്നു സാർ ഞങ്ങളോട് പറഞ്ഞത്. അപ്പൊ എനിക്ക് ഡൗട്ട് ഉണ്ടായിട്ട് ഒരു 1 മന്ത് മുമ്പായിട്ട് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തായിരുന്നു ഹസ്ബൻഡായിട്ടേ. അപ്പൊ ഹസ്ബൻഡിനോടും ഇങ്ങനെയാ പറഞ്ഞത്. പറയുന്നത് ഞാൻ പറയുന്നത് ഒരു വർഷം മുമ്പത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് ഓക്കെയാണ് സാർ. ഞങ്ങള് ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു ഡിസ്കഷൻ വന്നപ്പോ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോ ഹസ്ബൻഡ് ഞങ്ങളെ ജോയിൻ ചെയ്യിപ്പിച്ചല്ലോ, പ്രിയ സെൽവരാജ ജോയിൻ ചെയ്യിപ്പിച്ചിരുന്നത്. അപ്പൊ അവരോടൊന്ന് കോണ്ടാക്ട് ചെയ്ത് സംസാരിച്ചപ്പോ എക്സാം ഫീ ഒന്നും ഇല്ല എന്നാ പറഞ്ഞത്. പ്രിയയുടെ വോയിസ് ഒരു വർഷം മുമ്പുള്ള പ്രിയയുടെ വോയിസ് ആണ് എനിക്ക് ഇട്ട് തന്നിട്ടുള്ളത് എക്സാം ഫീസിന്റെ കാര്യം നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ട്. എത്രയാണ് എക്സാം ഫീസ് എന്ന് പറഞ്ഞാക്കുന്നതിനെ കുറിച്ചിട്ട് എനിക്കൊന്ന് ചെക്ക് ചെയ്യണം. കാരണം പല ബാച്ചിനെ ഈ സർട്ടിഫിക്കേഷൻ കൗൺസിൽ ഓരോ സമയത്ത് അപ്ഡേഷൻ വരാറുണ്ട്. കാരണം എക്സാം നടത്തുന്നത് നമ്മളെ അല്ല, ഞങ്ങളല്ല എക്സാം നടത്തുന്നത്. അപ്പോൾ നിർബന്ധമായും എക്സാം ഫീസ് വേറെ അടക്കണം. അത് ഈ കോഴ്സിനൊപ്പം അറ്റാച്ച്ഡ് അല്ല. ഇപ്പൊ നിങ്ങൾക്ക് മുമ്പ് MT4 ഉണ്ടായിരുന്നു, MT3 ഉണ്ടായിരുന്നു, MT1 ഉണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ എല്ലാ കോഴ്സുകളും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിലും. അപ്പൊ അതിന്റെ അകത്തൊരു സംശയം വിചാരിക്കേണ്ടതില്ല. എക്സാം ഫീസ് ഉണ്ട്, സർട്ടിഫിക്കറ്റ് ഫ്രീ ആണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. സർട്ടിഫിക്കറ്റ് നാഷണൽ ലെവലിലുള്ള RSDCA സർട്ടിഫിക്കറ്റ് തികച്ചും സൗജന്യമാണ്. അത് ഈ കോഴ്സിനൊപ്പം അറ്റാച്ച്ഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. അതിന് 1 രൂപ പോലും നിങ്ങൾ മുടക്കേണ്ടതില്ല. അത് എക്സാം ഫീസ് മാത്രം അടച്ചാൽ മതി. ഓക്കെ, അങ്ങനെയാണ് കേട്ടോ. ശരി, നെക്സ്റ്റ്. എന്റെ പേര് ഫസീല. നമ്മള് പ്രാക്ടിക്കൽ എക്സാം എഴുതാൻ വരുന്ന ടൈമിൽ ഒരു ദിവസത്തിന്റെ ഉള്ളിൽ നമ്മളെ പ്രാക്ടിക്കൽ സെക്ഷൻ കഴിയോ? നമ്മൾ എന്തൊക്കെ കൊണ്ടുവരേണ്ടി വരും? ഓക്കെ, പറയാം. ഫസീലല്ലേ ചോദിച്ചത്? ഫസീല, പ്രാക്ടിക്കൽ ഇതിന്റെ എക്സാം അല്ല നമ്മൾ നടത്തുന്നത്. അത് 2 രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള 1 ഡേ വർക്ക്ഷോപ്പാണ് നമ്മളിപ്പോ ചെയ്യുന്നത്. ആ 1 ഡേ വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രായോഗികമായിട്ട് ഈ കാര്യങ്ങൾ തൊട്ടറിഞ്ഞും കണ്ടറിഞ്ഞും പിന്നെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഇതുവരെ നമ്മൾ ഈ ഡിജിറ്റൽ സ്പേസ് വഴിയുള്ള ഒരു വെർച്വൽ കമ്മ്യൂണിക്കേഷൻ മാത്രമാണ് നടത്തിയിട്ടുള്ളത്. ആ വെർച്വൽ കമ്മ്യൂണിക്കേഷനേക്കാൾ അപ്പുറത്തേക്ക് അനുഭവത്തിൽ ഈ കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ എങ്ങനെയൊക്കെയാണ്, ആൽഫബറ്റ്, പിന്നെ സാൻഡ് ആർട്സ്, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. ഈ കാര്യങ്ങൾ മുഴുവനും നിങ്ങളെ പഠിപ്പിക്കുന്നതിനുള്ള മെറ്റീരിയൽസും ഇവിടെ ഉണ്ട്. അപ്പൊ ആ മെറ്റീരിയൽസ് വെച്ചിട്ട് നിങ്ങളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അത് എക്സാം ആയിട്ടല്ല. അതേ ദിവസം തന്നെ സമയമുണ്ടെങ്കിൽ കുറെ പേരെ വൈവയും കൂടി തീർത്ത് വിടാവുന്ന ഒരു സംവിധാനം ഉണ്ടാക്കാം, സമയമുണ്ടെങ്കിൽ. അത് ഡിപ്പെൻഡിങ് ഓൺ ദ സിറ്റുവേഷൻ ആണ്, പറയാൻ പറ്റൂല കേട്ടോ.
കാരണം ഒരുപാട് പേരൊക്കെ വരുമ്പോൾ എത്രത്തോളം സമയം അവൈലബിൾ ആയിരിക്കും എന്ന് പറയാൻ പറ്റൂല. എന്തായാലും മോണ്ടിസോറിയിലെ നിങ്ങളുടെ ടീച്ചർമാരെല്ലാവരും വന്ന് ഇവിടെ തന്നെ ഉണ്ടാകും. കൊണ്ടുവരേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത് ഡയറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഉച്ചക്കലത്തേക്കുള്ള ഊണ് കൊണ്ടുവരണം, വേറെ ഒന്നും കൊണ്ടുവരേണ്ടതില്ല കേട്ടോ. പക്ഷെ നമ്മള് ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ടാവുമല്ലോ, അതിന്റെ വീഡിയോസ് ആണ് എടുത്തിട്ട് വരേണ്ട, അല്ലാതെ നമുക്ക് കൊണ്ടുവരല് സാധ്യമല്ലല്ലോ. അപ്പൊ നമ്മള് വീഡിയോ അത് കൊണ്ടുവരാൻ നമ്മ പറഞ്ഞിട്ടില്ല. അയ്യോ നമ്മ പറഞ്ഞിട്ടില്ല. റെക്കോർഡ് കൊണ്ടുവരണല്ലേ നമ്മള്? റെക്കോർഡ് കൊണ്ടുവരണം. റെക്കോർഡ് കൊണ്ടുവന്ന സൈൻ ചെയ്ത് സീൽ വെച്ച് തരാന്ന് പറഞ്ഞു. അത് സൈൻ ചെയ്ത് സീൽ വെച്ച് തരും. റെക്കോർഡ് അല്ലാത്തവർക്ക്, നമുക്ക് വരാൻ പറ്റാത്തവർക്കേ ഈ സ്കാൻ ചെയ്ത് വിടേണ്ട അങ്ങനെയുണ്ടോ? ഒന്നുമില്ല. വരാൻ പറ്റാത്തവര് സുഖം ശാന്തിയായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുക, വേറെ ഒന്നും ചെയ്യണ്ട കേട്ടോ. ആയതുകൊണ്ട് വരാൻ പറ്റുമെന്ന് നോ പ്രോബ്ലം. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിംഗ്. ഒരു പ്രശ്നമില്ലാണ്. സ്വസ്ഥമായിട്ട് നിങ്ങൾ വീട്ടിലിരിക്കും, ബേജാറാകുകയേ വേണ്ട കേട്ടോ. യെസ്, നെക്സ്റ്റ് വൺ. സർ, എബ്രോഡ് സർട്ടിഫിക്കറ്റിന്റെ ഫീ എത്രയുടെ ഉള്ളിൽ അടക്കണം? അത് എക്സാം ഫീസിന്റെ അവര് വിളിച്ച് തുടങ്ങുന്നത് അവരിപ്പോ പറയും. ഞാൻ ഒരു സെക്കൻഡ് എനിക്ക് ഇപ്പൊ സമയം തന്നാൽ ഞാൻ ഇപ്പൊ തന്നെ അത് ചെയ്യാം. ഒരു സെക്കൻഡ്. എക്സാം ഫീസ് അത് വിളിച്ചു തുടങ്ങിയിട്ടില്ല. ഇവിടുന്ന് തൊട്ടടുത്ത ദിവസമാണ് വിളിച്ചു തുടങ്ങുള്ളൂ. മിക്കവാറും ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 20-ാം തീയതി ആയിരിക്കും. നിങ്ങളുടെ എക്സാം തുടങ്ങുന്നത് 21-ാം തീയതി അല്ലേ? അപ്പൊ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 20-ാം തീയതി ആയിരിക്കും കേട്ടോ. 20-ാം തീയതിക്കുള്ളിൽ അടച്ചാൽ മതിയാകും. ഇനി ആ സമയത്ത് അടക്കുന്നതിന് ആർക്കെങ്കിലും, എല്ലാവർക്കും കേട്ടോ, ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചിട്ട് പറയുക. ഒരു കുറച്ച് സമയം കൂടി, ഒരു 3-4 ദിവസം കൂടി നമുക്ക് അനുവദിച്ച് തരാനുള്ള പ്രൊവിഷൻ ഉണ്ടാക്കാം. എല്ലാവർക്കും അല്ല, 1-2 പേരൊക്കെ എന്തെങ്കിലും അവസ്ഥകളോ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ, മനുഷ്യരല്ലേ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്നോടൊന്ന് സൂചിപ്പിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ വിളിക്കുന്ന PROമാരോട് സൂചിപ്പിക്കുക. അപ്പൊ നമുക്കത് പറഞ്ഞിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങളുടെ എക്സാമിന് മുമ്പ് അടക്കാവുന്ന രീതിയിലുള്ള സംവിധാനത്തോട് മാറ്റിപ്പിക്കാം കേട്ടോ. റൈറ്റ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതല്ല, പ്രാക്ടിക്കലിന് വരാത്തവര് പിന്നെ റെക്കോർഡ് കാണിക്കൊന്നും വേണ്ട. പ്രാക്ടിക്കലി വരാത്തൊരു റെക്കോർഡ് കാണിക്കൊന്നും വേണ്ട. മാർക്കോ സാർ നമ്മളാ ഏതാണ് റെക്കോർഡിന്റെ മാർക്കോ നമ്മളത്? റെക്കോർഡിന്റെ മാർക്ക് ആ റെക്കോർഡൊക്കെ നമ്മുടെ ജിഷമിസ് അവരൊക്കെ ഹലോ വൈവ എന്ന് പറഞ്ഞിട്ടുണ്ടോ? വൈവ സംഭവം അന്നേരം ജിഷമിസും അവർക്ക് ഇട്ട് അതങ്ങോട്ട് പൊരിച്ചെടുക്കും. അപ്പൊ അന്നേരം നിങ്ങൾക്ക് മാർക്ക് തരും കേട്ടോ. ആശങ്കപ്പെടുകയോ വേണ്ട. ഓക്കെ റൈറ്റ്, ശരി. ഫർസാനയുടെ മനസ്സിൽ ആശുപത്രി പോകണമെന്നുള്ള ഒറ്റ കാര്യമാണ് ഇങ്ങനെ നിൽക്കാനുള്ളതാണ് കേട്ടോ. പോട്ടേന്ന് ആശുപത്രി കേസൊക്കെ ഇങ്ങനെ വരുന്നേ. ജീവിതമല്ലേ, ആശുപത്രി വരും, ഇത് വരും, കല്യാണം വരും, ഇതൊക്കെ വരും. അത് വരട്ടെ. ആഗ്രഹിച്ച ഈ കോഴ്സേ ഞാൻ എടുത്തത് പഠിക്കാനായിട്ട് ഇതൊക്കെ പറയുന്നത്. പക്ഷെ ഇപ്പൊ വരാൻ പറ്റാത്ത സാഹചര്യമാണ് വിഷമം. ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളുടെ ഉള്ളിൽ ജ്വലിക്കുന്ന ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ആഗ്രഹമായിരിക്കും നിങ്ങളെ മുന്നോട്ടേക്ക് കൈപിടിച്ച് നടത്തുക. നിങ്ങൾ തീവ്രമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയായിരിക്കും. ഞാൻ നിങ്ങളുടെ ആൽക്കെമിസ്റ്റിന്റെ കാര്യം പറഞ്ഞു തന്നിട്ടുണ്ടോ? ആൽക്കെമിസ്റ്റ് പറഞ്ഞു തന്നിട്ടില്ലേ? ഇല്ല. പൗലോ കൊയ്ലോന്റെ കഥ പൗലോ കൊയ്ലോ കേട്ടിട്ടുണ്ടോ? അപ്പുറത്തെ വീട്ടിലെ പൗലോ കൊയ്ലോ. നമ്മളതൊരു സിനിമയിൽ കണ്ടിട്ടുണ്ട്. അയ്യോ, സിനിമയിൽ ഏത് സിനിമ? മറ്റേ കുഞ്ചാക്കോ ബോബന്റെ ഫിലിം അല്ലേ, അയ്യപ്പ കൊയ്ലോ മൂവിയല്ലേ? പൗലോ കൊയ്ലോന്റെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു നോവലാണ് ആൽക്കെമിസ്റ്റ് എന്ന് പറയുന്നത്. അതും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു നോവലിന്റെ കാര്യം പറഞ്ഞു, ഹാരി പോട്ടർ. ഇത് അതുപോലെ തന്നെ ഈ ആൽക്കെമിസ്റ്റിന്റെ ഒരു കഥ എന്താന്ന് വെച്ചാല്, ലോകത്തിലാകമാനം വീണ് കിടക്കുന്ന, ദുഃഖം അനുഭവിക്കുന്ന, ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുള്ള
സ്വപ്നങ്ങൾക്ക് മുന്നിൽ സ്വപ്നങ്ങൾ നേടാൻ പറ്റാതെ തകർന്നടിഞ്ഞു പോയിട്ടുള്ള മനുഷ്യനെ മുന്നിലേക്ക് നയിക്കുന്ന ഒരു ചക്രവാളമാണ് ആൽക്കെമിസ്റ്റ് എന്ന് പറയുന്ന കഥ. ബാലരമയിൽ മായാവി വായിക്കുന്ന പോലെ, പൂമ്പാറ്റയിലെ കബീഷിനെ വായിച്ചതുപോലെ അത്രയും ഫ്ലോയിൽ വളരെ സിമ്പിൾ ആയിട്ട് വായിച്ചു പോകാവുന്ന ഒരു പുസ്തകമാണ് ആൽക്കെമിസ്റ്റ് എന്ന് പറയുന്നത്. സാന്റിയാഗോ എന്ന് പറയുന്ന ഒരു ആട്ടിടയന്റെ കഥയാണ് അതിൽ പറയുന്നത്. സാന്റിയാഗോ എന്ന് പറയുന്ന ആട്ടിടയൻ, ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം കേട്ടോ. സാന്റിയാഗോ പിന്നെ ഒരു ആട്ടിടയനാണ്. പാരമ്പര്യമായി കിട്ടിയ കുറെ ആടുകളുണ്ട്. ആ ആട്ടിൻകൂട്ടങ്ങളെയും കൂട്ടിയിട്ട് ഒരു പൊളിഞ്ഞു വീണ പള്ളിമേടയുടെ അടുത്ത് ആടുകളെ മേയാൻ വിടും. സാന്റിയാഗോ ചെന്ന് കിടന്നുറങ്ങും. ഉറങ്ങുന്നത് ഒരു വലിയ ഒരു മരത്തിന്റെ തണലിലാണ്, കീഴിലാണ്. അവിടെ കിടന്നുറങ്ങും. ഒരു ദിവസം സാന്റിയാഗോ അങ്ങനെ കിടന്നുറങ്ങുമ്പോൾ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ സാന്റിയാഗോ ഇന്നുവരെ കണ്ടിട്ടില്ലാത്തയും അത്രയും വലിയ ഒരു നിധിശേഖരം, വൈഡൂര്യങ്ങളും രത്നങ്ങളും സ്വർണ്ണ ആഭരണങ്ങളും എല്ലാം കൊണ്ടെന്ന് പറഞ്ഞ കമനീയമായ, എണ്ണിയാലൊടുങ്ങാത്തത്രയും കണ്ണെത്താ ദൂരത്തോളം പകർന്നു കിടക്കുന്ന ഒരു അക്ഷയഖനി. അതാണ് സാന്റിയാഗോ കണ്ടത്. ഇത് കണ്ട സാന്റിയാഗോ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റു, വീട്ടിൽ പോയി. പിറ്റേ ദിവസം വന്നു കിടന്നു ഉറങ്ങുമ്പോ ഈ സ്വപ്നം വരാണ്. സാന്റിയാഗോ എന്നൊക്കെ ആ മരത്തിന്റെ ചോട്ടിൽ വന്ന് കിടന്നുറങ്ങുവോ അപ്പോഴൊക്കെ ഈ സ്വപ്നം സാന്റിയാഗോവിനെ ഇങ്ങനെ ശല്യപ്പെടുത്താൻ തുടങ്ങി. അപ്പോഴാണ് നമ്മുടെ ആര് പറഞ്ഞത്, അബുൽ പക്കീർ ജൈനുലുബ്ദീൻ അബ്ദുൽ കലാം, APJ അബ്ദുൽ കലാം, അങ്ങനെ പറയുന്ന ഒരു മനുഷ്യനുണ്ട് അല്ലെ, അറിയാം നമുക്ക്. അബ്ദുൽ കലാം പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, നിങ്ങളെ ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് സ്വപ്നം എന്ന് പറഞ്ഞിട്ടില്ലേ പുള്ളിക്കാരൻ. അദ്ദേഹം അത് പറഞ്ഞതുപോലെ സാന്റിയാഗോന് ഇത് ഉറങ്ങാൻ അനുവദിക്കാത്ത രീതിയിൽ വലിയ രീതിയിൽ അസ്വസ്ഥനാക്കി. അങ്ങനെ സാന്റിയാഗോ ആട്ടിൻകൂട്ടങ്ങളെ മുഴുവൻ ഉപേക്ഷിച്ചുകൊണ്ട് നാടായ നാടുകൾ താണ്ടി, ഊരായ ഊരുകൾ താണ്ടി, കുറെ അനുഭവങ്ങളിലൂടെ ഒക്കെ കടന്നു പോകാണ്. ഒരുപാട് നാടുകൾ, ഒരുപാട് സംസ്കാരങ്ങൾ, ഒരുപാട് അനുഭവങ്ങൾ ഇതൊക്കെ കണ്ടു, പഠിച്ചു. ഇങ്ങനെ വന്ന വഴിക്ക് ഒരു മരുഭൂമിയിൽ തളർന്നു വീണ് കിടക്കാണ്. അപ്പോഴാണ് ഈ ആൽക്കെമിസ്റ്റ് എന്ന് പറയുന്നയാള് ഒരു കുതിരപ്പുറത്ത് ചത്തകഴുകനെയും കയ്യിൽ പിടിച്ചുകൊണ്ട് കടന്നു വരുന്നത്. അദ്ദേഹം സാന്റിയാഗോന് കുറെ രാസവിദ്യകളൊക്കെ, ആൽക്കെമിസ്റ്റ് എന്ന് വെച്ചാൽ രാസലായനികളൊക്കെ ഇങ്ങനെ എന്താ പറയുക യോജിപ്പിക്കുന്നയാളാണ്. ഓക്കെ, അപ്പോ അങ്ങനെ രാസനായകൻ, അങ്ങനെ സാന്റിയാഗോന് അദ്ദേഹം കുറെ ട്രിക്കുകളൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. സാന്റിയാഗോന്റെ ഉള്ളിൽ എപ്പോഴും ആ നിധി വലിയ സ്വപ്നമായി അസ്വസ്ഥതയോടുകൂടി ഇങ്ങനെ കിടക്കാണ്. സാന്റിയാഗോ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അനുഭവങ്ങളുടെ വലിയ സമ്പത്തോടു കൂടിയിട്ട് സാന്റിയാഗോ തിരിച്ചു വന്ന് ചീടം കൊണ്ട് പള്ളിമേടയുടെ മുന്നിൽ അതേ മരത്തിന്റെ ചോട്ടിൽ വീണ് കിടന്ന് ഉറങ്ങിപ്പോയി. അന്ന് വരെയും സാന്റിയാഗോ കണ്ട അതേ സ്വപ്നം, വൈഡൂര്യങ്ങളും രത്നങ്ങളും സ്വർണ്ണാഭരണങ്ങളും കമനീയമായി നോക്കത്താ ദൂരത്തോളം കിടക്കുന്ന അതേ നിധിശേഖരം അന്നും സാന്റിയാഗോയുടെ സ്വപ്നത്തിലേക്ക് കടന്നു വന്നു. പക്ഷേ അതുവരെ കണ്ട സ്വപ്നങ്ങളിൽ നിന്നും വിഭിന്നമായിരുന്നു അന്ന് കണ്ട സ്വപ്നം. ആ സ്വപ്നത്തിൽ സാന്റിയാഗോ ഒന്നുകൂടി കണ്ടു. അതെന്താണെന്ന് വെച്ചാൽ ആ നിധിശേഖരം ഇരിക്കുന്നത് എവിടെയാണെന്ന് സാന്റിയാഗോ സ്വപ്നത്തിൽ കാണുകയാണ്. ആ നിധിശേഖരം ഇരിക്കുന്നത് സാന്റിയാഗോ എവിടെ കിടന്നാണോ സ്വപ്നം കാണുന്നത് ആ മരത്തിന്റെ അടിയിലാണ് ആ നിധിശേഖരം. സാന്റിയാഗോ അത് കാണുകയാണ്. സാന്റിയാഗോ ആ നിധി തേടുകയാണ്. എന്ത് മനസ്സിലായി നിങ്ങൾക്ക്? പറഞ്ഞേ. സാന്റിയാഗോ സ്വപ്നം കണ്ട് നിധി കൊണ്ടും പോയി അല്ലേ? ഇതല്ലേ മനസ്സിലായത്? അങ്ങനെയാണോ? ഈ കഥ കൊണ്ടല്ല ആ നോവല് പ്രശസ്തമായത്. ആ കഥ അവസാനിപ്പിക്കുമ്പോൾ പൗലോ കൊയ്ലോ പറഞ്ഞു വെച്ച ഒരു വാചകമുണ്ട്. ഈ ലോകത്ത് അവസാന ചൂഷിതന്റെയും മനസ്സിലേക്ക് ഉയർത്തെഴുന്നേൽപ്പിന്റെ പാഞ്ചജന്യനാഥം മുഴക്കുന്ന ഒരു വാചകം. അതിപ്രകാരമായിരുന്നു, നിങ്ങൾ പ്രകൃതിക്കനുഗുണമായിട്ടുള്ള ഒരു കാര്യത്തെ, ഒരു ആഗ്രഹത്തെ, ഒരു സ്വപ്നത്തെ തീവ്രമായി ആഗ്രഹിച്ചാൽ നിങ്ങളുടെ ആ സ്വപ്നം, നിങ്ങളുടെ ആ ആഗ്രഹം, നിങ്ങളുടെ ആ ചിന്ത നടത്തി തരുവാൻ ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ ശക്തികളും കൂടി ചേർന്നുകൊണ്ടൊരു ഗൂഢാലോചന നടത്തും. പ്രകൃതിക്ക് അനുകൂലമായി നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സ്വപ്നത്തെ നേടിത്തരുന്നതിന് വേണ്ടി ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ ശക്തികളും കൂടിച്ചേർന്ന് ഒരു ഗൂഢാലോചന നടത്തും. മനസ്സായി? എ കോൺസ്പിറസി മീറ്റിംഗ്. അത് നിങ്ങളുടെ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കും. ഇതായിരുന്നു
ആ നോവലിനെ ശ്രദ്ധേയമാക്കിയത്. ഇത് ഒരുപാട് മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഒരുപക്ഷെ പറഞ്ഞും വായിച്ചും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും റീലുകളിലൊക്കെ നിങ്ങൾ ഈ വാചകം ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും. ഇത് ആൽക്കെമിസ്റ്റിൽ നിന്നും അടർത്തിയെടുത്ത വാചകമാണ്. ഞാൻ പറഞ്ഞത് ഫർസാനയുടെ ആശുപത്രി കേസ് പറഞ്ഞ ഫർസാൻ സാർ ഞാൻ ഇങ്ങനൊരു സ്വപ്നമുണ്ട്. ചോദിച്ചിട്ടെങ്കിലും അവിടെ എത്താൻ ശ്രമിക്കും. ഫർസാന പഞ്ച്. ഓക്കെ റൈറ്റ്. ഡോക്ടർ ഞാൻ അതെല്ലാം പ്ലാൻ ചെയ്തായിരിക്കുന്ന. അപ്പോ ചോദിക്കോ പറ്റുമോ അപ്പൊ എത്തും. നമ്മ പൊളിക്കും ഫർസാന, ഒരു തറക്കൂല കേട്ടാ. റൈറ്റ്, കമോൺ അടുത്ത പോരട്ടെ. അയ്യോ കഥ കേട്ട് ഉറങ്ങിപ്പോയി എല്ലാവരും. കമോൺ കമോൺ, സംശയങ്ങൾ ഉണ്ടോ ഇനി? സാറേ ഈ മോഡല് നമ്മുടെ ഡിപ്ലോമയുടെ മെയിൻ എക്സാം കഴിഞ്ഞിട്ട് എത്ര ദിവസത്തിനുള്ളിലായിരിക്കും പി ജിയുടെ മോഡലും പി ജിയുടെ മെയിനും വരുന്നതെന്നൊന്ന് പറയാമോ? ഒരു 3-4 ദിവസത്തെ വ്യത്യാസം ഉണ്ടാവുള്ളൂ. മാക്സിമം 3 or 4 days. വലിയ കഥ പറഞ്ഞു കൊടുത്താണ് അരുണാജയന്റെ വാവ് വിളിച്ചുകൊണ്ട് ഇമോജി ഇട്ടിട്ടുണ്ട്. എന്തൊരു കഷ്ടാണ്. നിങ്ങൾ അച്ചോ ഞാനൊരു കാര്യം പറയട്ടെ, ഒരാഴ്ച സമയം കിട്ടിയാലും 10 ആഴ്ച സമയം കിട്ടിയാലും ഇനി 1 കൊല്ലം സമയം കിട്ടിയാലും പരീക്ഷയിൽ ജയിക്കുക എന്നുള്ളത് നിങ്ങളുടെ മനോഭാവത്തിനെ ആശ്രയിച്ചിരിക്കുന്ന കാര്യമാണ്. നിങ്ങളൊന്ന് ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പ്രൂവ് ചെയ്ത് തരാം കേട്ടോ. ഒറ്റ കാര്യം പറഞ്ഞുതരാം. അതായത് നിങ്ങൾ വിചാരിക്കോ അത് നമുക്ക് നാളെ ചെയ്യാം, അത് കുറച്ച് കഴിയട്ടെ നാളെ ചെയ്യാം എന്ന് വിചാരിച്ചുകൊണ്ട് മാറ്റി വെച്ചിട്ടുള്ള എത്രയോ കാര്യങ്ങളുണ്ട്. നിങ്ങൾ പുലിമുരുകൻ കാണാൻ പോയിട്ടുണ്ടാവും, എമ്പുരാൻ കാണാൻ പോയിട്ടുണ്ടാവും, ബസൂക്ക കാണാൻ പോയിട്ടുണ്ടാവും. പക്ഷെ ആ കാര്യം നിങ്ങൾ ഇപ്പോഴും ചെയ്തിട്ടുണ്ടാവൂലെന്ന്. അതൊരു മനോഭാവത്തിന്റെ. ഓക്കെ റൈറ്റ്, അത്രയേ ഉള്ളൂ. അപ്പൊ സമയത്തിനല്ല ആശങ്ക ഒന്നും വേണ്ടെന്ന്. നിങ്ങൾ എഴുതൂ, നമ്മുടെ കുട്ടികളല്ലേ, നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ട്രസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിലും എനിക്ക് ട്രസ്റ്റ് ഉണ്ടെന്ന്. ഓക്കെ റൈറ്റ്, പറയൂ. മെയിൻ എക്സാം എന്തെങ്കിലും കാരണവശാൽ എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ വേറൊരു ദിവസം എഴുതിപ്പിക്കുമോ? വേറെ ഒരു ദിവസം എഴുതാം. അടുത്ത ബാച്ചിന്റെ ഒപ്പം എഴുതാൻ പറ്റും. MT6 ഒപ്പം എഴുതാൻ പറ്റും. അത് ഏകദേശം എപ്പായിരിക്കും സാറേ? പടച്ചോനെ, നിങ്ങളുടെ എക്സാം ജൂണിലാണ് നടക്കുന്നതെങ്കിൽ MT6 എക്സാം നടക്കുന്നത് ജൂലൈയിലായിരിക്കും. ഓക്കെ, 1 മാസത്തെ വ്യത്യാസമാണ് നിങ്ങൾ തമ്മിൽ ഉണ്ടാവുള്ളൂ. 1 മാസത്തെ വ്യത്യാസം. റൈറ്റ്, കമോൺ നെക്സ്റ്റ് വൺ. സർ വൈവ എക്സാമും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മ അങ്ങനെ തന്നെയാണോ ചെയ്യേണ്ടത്? വൈവ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നിങ്ങളുടെ സമയം പറഞ്ഞിട്ട് അതിനനുസരിച്ച് സ്ലോട്ട് ബുക്ക് ചെയ്യാൻ പറ്റും. അത് ഓരോരുത്തർക്കും ഓരോ ടൈം അവര് തരുമോ? നിങ്ങൾ തരുമോ? അങ്ങനെയാണോ? ഞങ്ങൾ തരും. അങ്ങനെയാണോ? ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തരും. മനസ്സിലായോ? ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തരുന്ന സമയത്ത് എഴുതാനായിട്ട് പറ്റും. ചില ആളുകൾ പറയുന്ന റീസൺസ് ഒക്കെ കേട്ടാലേ നമുക്ക് ചിരി വരുന്നു. ഞാനത് റീസൺ ഒന്നും പറയുന്നില്ല ഇവിടെ. സാറേ വൈവ എഴുതാൻ പറ്റൂല, എന്താ കാരണം? ഒരു കാരണം പറയണ കുട്ടി. ഞാൻ ആ കാരണം പറയുന്നില്ല, ഞാനന്ന് മുഴുവനിരുന്ന് ചിരിച്ചു. മനസ്സിലായോ? അപ്പൊ അങ്ങനെ അല്ല, ഞാൻ മെഹർബാൻ ഉദ്ദേശിച്ച് പറഞ്ഞല്ല. പടച്ചോന് മെഹർബാൻ ഉദ്ദേശിച്ച് പറഞ്ഞുള്ള അങ്ങനെയല്ല. പേഴ്സണലായിട്ട് നമുക്ക് ടൈം അവർ തരുമോ? അങ്ങനെ നിങ്ങൾ തരുമോന്നാണോ? പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കോ? അല്ല, നിങ്ങൾക്ക് അങ്ങനെ സമയം മാറിയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഒരു ഷെഡ്യൂൾഡ് പ്രോഗ്രാമാണ്. ഷെഡ്യൂൾഡ് പ്രോഗ്രാമിനകത്ത് ഉള്ള പ്രശ്നം, അത് തെറ്റിപ്പോയാല് പിന്നെ അത് ഷെഡ്യൂൾ ചെയ്ത് അതിന് വേണ്ടിട്ട് നമ്മൾ ഇരട്ടി എഫർട്ട് എടുക്കേണ്ടി വരും. അല്ല, ഞാൻ പറയുന്ന വൈവേക്ക് നമ്മൾ കുറെ കുട്ടികളില്ലേ, ഇപ്പൊ 10 മിനിറ്റ് അവർക്ക് വെക്കുമ്പോൾ ഇത്ര ടൈം അത് ഒരു ദിവസം കൊണ്ട് ഫുള്ളും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ എല്ലാവർക്കും. ഒരു ദിവസം കൊണ്ടല്ല, അതൊരു 2, 3, 4 ദിവസമായിട്ടായിരിക്കും തീർക്കുക വൈവ എക്സാം. അത് ടൈം ഇവിടുന്ന് ഷെഡ്യൂൾ ചെയ്ത് ടൈം ഷെഡ്യൂൾ ചെയ്ത് നിങ്ങളെ അറിയിക്കുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ലിസ്റ്റ് ഇട്ട് തരും. ആ ലിസ്റ്റ് കണ്ട് നിങ്ങൾക്ക് നിർവൃതി അടയാം. ഓക്കെ റൈറ്റ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ എക്സാം എഴുതുന്ന ടൈമിൽ എത്ര ടൈം ഉണ്ടാവും നമുക്കൊരു എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട്? എക്സാം എഴുതുന്ന സമയത്താണെങ്കിലും എക്സാം എഴുതാത്ത സമയത്താണെങ്കിലും എക്സാമിന് ആകെ ഉള്ളത് 50 മിനിറ്റ് ആണ്. ഓക്കെ, ആ 50 മിനിറ്റിൽ നിങ്ങൾക്ക് ഒരു 20 മിനിറ്റ് മതിന്ന് എക്സാം എഴുതാനായിട്ട്.
ഓക്കെ. 20 മിനിറ്റ് മതി നിങ്ങൾക്ക് എക്സാം എഴുതാനായിട്ട്. നിങ്ങൾ ആശങ്കപ്പെടണ്ട. ചില ഹോട്ടലിൽ ചെന്നിരുന്ന് ബിരിയാണി മേടിക്കുമ്പോഴേ വലിയ പ്ലേറ്റ് കൊണ്ടുതരും. നമുക്ക് തോന്നും അയ്യോ ഇത് നമ്മളെ കൊണ്ട് തിന്നു തീർക്കാൻ പറ്റൂല എന്ന് തോന്നും. പക്ഷെ 10 മിനിറ്റ് കൊണ്ട് നമ്മൾ അത് ഫിനിഷ് ചെയ്യും. ഓക്കെ, അത് നമ്മുടെ വിശപ്പ് അനുസരിച്ചിട്ടാണ്. നിങ്ങൾ പഠിക്കുന്നത് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഒരു 20 മിനിറ്റ് കൊണ്ട് ഈ എക്സാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, 100 ക്വസ്റ്റ്യൻ ഇല്ലേ സർ? എന്തോ 100 ക്വസ്റ്റ്യൻ ഇല്ലേ? 100 ക്വസ്റ്റ്യൻ 20 മിനിറ്റ് മതി. സിമ്പിൾ ആണ്. നിങ്ങൾ പഠിച്ചു വെക്കണ കാര്യങ്ങളല്ലേ. വിരല് വെച്ചിട്ട് ടിക് 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 എന്ന് പറഞ്ഞ് കുത്തി കുത്തി പോകേണ്ട കാര്യമുള്ളൂ. 50 ക്വസ്റ്റ്യൻ സാറേ. അയ്യോ, ആരാന്നൊക്കെ ഒരുമിച്ച് ചോദിക്കുന്നുണ്ട്. ഓരോരുത്തർ 50 ക്വസ്റ്റ്യൻ ഉള്ളൂ, 100 ക്വസ്റ്റ്യൻ ഒന്നും ഇല്ല. ഒരു ക്വസ്റ്റ്യൻ മാർക്ക് 2 അങ്ങനെയാണ്. പറയൂ, കമോൺ. സാർ 100 ക്വസ്റ്റ്യൻ ഒന്നും ഇല്ല എന്നല്ലേ പറഞ്ഞത്? 50 അതെ മാർക്ക്. അല്ല, ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇതിനെ കുറിച്ച് ഇതെന്താ പ്രശ്നം അറിയോ? നിങ്ങളുടെ ആശങ്കകളാണ് ഈ ചോദ്യങ്ങൾ നിങ്ങളെ കൊണ്ട് ചോദിപ്പിക്കുന്നത്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ ഏട്ടാ, ഒറ്റ കാര്യം പറഞ്ഞോട്ടെ. നിങ്ങളുടെ ഉള്ളിലുള്ള ആശങ്കകളെ മുഴുവനും പൊട്ടിച്ചെറി. ഞാൻ സോഡ പോലും കുടിക്കാതെ വന്നിരുന്നു നിങ്ങളോട് ഈ ലോകത്തുള്ള ആൽക്കെമിസ്റ്റിന്റെ കഥയും ജെ.കെ. റൗളിങ്ങിന്റെ കഥയും ഹാരി പോട്ടറിന്റെ കഥയും പറഞ്ഞിട്ട് നിങ്ങൾ ഈ ആശങ്കയും വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്നെ തന്നെ ഉളക്കെ കടിച്ചു കൊല്ലാന്ന് തോന്നും. മനസ്സിലായോ? നിങ്ങളല്ല, എനിക്ക് എന്നെ തന്നെ. എന്റെ പൊന്നു, നിങ്ങളോടാണല്ലോ ഞാൻ ഇതൊക്കെ പറഞ്ഞു തന്നെന്നുള്ള നിരാശയില്ലേ. മനസ്സിലായി? ആശങ്ക വേണ്ടെന്നൊക്കെ പൊട്ടിച്ച് കളയി. എന്തിനാണ് ആശങ്ക? നമ്മ ഇപ്പൊ ഇത്ര നാളായിട്ട് ഒരൊറ്റ ടീമായിട്ട് നിന്ന് നിങ്ങൾക്ക് തന്നാക്കുന്ന ടീച്ചർമാരുടെ ടീം എന്ന് പറയുന്നത് നിസ്സാര ടീമല്ല, ജിഷംസ് മാത്രം മതി. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ടീമുണ്ട് നിങ്ങളുടെ ഒപ്പം സപ്പോർട്ടീവായിട്ട്. മനസ്സിലായി? പിന്നെ ഞാനില്ല നിങ്ങളുടെ ഒപ്പം, സ്മാർട്സിന്റെ മൊത്തം ടീമില്ല നിങ്ങളുടെ ഒപ്പം. പിന്നെ എന്തിനാ ആശങ്കപ്പെടുന്നേ? നമ്മ തകർക്കുന്നു. ഒരാശങ്ക നിങ്ങൾ വിചാരിക്കണ്ട, വിചാരിക്കണ്ട. സമയത്തെ കുറിച്ചോ തോക്കുന്നുള്ള കാര്യത്തെ കുറിച്ചോ. കഴിഞ്ഞ രാത്രി പെങ്കൊച്ച അയച്ചാക്കിയാണ് 11:15 സാറെ കിടന്നിട്ട് ഉറക്കം പറഞ്ഞില്ല. പരീക്ഷയില് ജയിക്കൂലേ സാറേ എന്ന്. ഞാൻ ഇന്ന് മറുപടി പറയാണ്, പരീക്ഷയിൽ ജയിക്കുന്നുണ്ടെങ്കിൽ ആ കൊച്ചു വിചാരിക്കണ്ടേ എനിക്ക് ആ ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലായി. ജയിപ്പിക്കൂലേ എന്നാണ് ചോദിക്കുന്നത്. ജയിപ്പിക്കൂലെന്ന് ചോദിക്കാൻ പറ്റാത്തത് കൊണ്ട് ജയിക്കൂലേ സാർ എന്ന് ഒരു ഭയങ്കര ധൈര്യമായിട്ട്. അപ്പൊ ഞാൻ നന്നായി പഠിച്ചോ, പരീക്ഷയ്ക്ക് ജയിക്കും, പഠിച്ചില്ലെങ്കിൽ തോക്കും എന്ന് മറുപടി തിരിച്ച് മെസ്സേജ് ഇട്ടു. ഓക്കെ, റൈറ്റ്. പറയൂ, കമോൺ, അടുത്തത്. സാറേ, പാസ് മാർക്ക് എത്രയാന്ന് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. പാസ് മാർക്ക് ഒരു മിനിമം. ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളോട്, ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണ്ട, ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണേ. ഈ ചോദ്യങ്ങളെല്ലാം ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിലോ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിലോ സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞു തന്നിരുന്നോ? കോൺഷ്യസ് കാര്യം പറഞ്ഞായിരുന്നു. സബ് കോൺഷ്യസ് മൈൻഡ്. താഹിറ ബഷീർ, സ്മാർട്സ് ആണ് ഞങ്ങളുടെ ധൈര്യം. എത്തി ഇതേ കമന്റ് വന്നിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നതേ, ഇതിന്റെ കാര്യം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നോ? സബ് കോൺഷ്യസ് മൈൻഡ്, കോൺഷ്യസ് മൈൻഡ് ആ കാര്യം പറഞ്ഞു തന്നോ നിങ്ങൾക്ക്? ഇല്ല. പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാല്, പാസ് മാർക്കിന്റെ കാര്യം ചോദിച്ചോട്ടെ, ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല്, എന്താ പറയാ, ഈ നിങ്ങളുടെ ഉള്ളിലുള്ള ആശങ്കകളും തോൽവിയെ കുറിച്ചുള്ള ഭയവുമാണ് നിങ്ങൾ ഈ പാസ് മാർക്കിന്റെ കാര്യം ചോദിക്കുന്നത്. പാസ് മാർക്ക് എങ്കിലും മേടിക്കണം എന്നുള്ള ആരാ ചോദിച്ചത്? അതെന്താന്നറിയോ സാറേ, ഞങ്ങള് കുറച്ചുപേര് ക്ലാസ്സിൽ ഇങ്ങനെ കാര്യമായിട്ട് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നോണ്ട് രാവിലെ മൊബൈലിൽ മെസ്സേജ് വരുവാ, എത്ര മാർക്കാ ചേച്ചി പാസ് മാർക്ക്, മിസ് എന്തെങ്കിലും പറഞ്ഞോ, ഇങ്ങനെയൊക്കെ. അപ്പൊ നമുക്കതൊരു ആൻസർ പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ചോദിച്ചത്. എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. 35% വരെ. 50 35%, 35 15 5 25 50 റാങ്കിൽ നമ്മളൊരു പിന്നെ ഒരു സെക്കൻഡ് കേട്ടാ, ഞാൻ ഇപ്പൊ എക്സാം കൺട്രോൾ വിഭാഗത്തിൽ ചോദിച്ചിട്ട് ഇപ്പൊ തന്നെ പറഞ്ഞുതരാം. ആ ഡൗട്ട് ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് തരാം. ഒരു സെക്കൻഡ്, ഈ ക്ലാസ് കഴിയുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞുതരാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞേ. 100-ൽ 36 എക്സാം മാർക്ക്. അപ്പൊ 50 ആകുമ്പോൾ സ്വാഭാവികമായും 18 മാർക്ക് ആയിരിക്കണം. 100-ലെ സാറേ ഞങ്ങൾക്ക് 35 ഒരു സെക്കൻഡ്, 35 15 25 25 17 മാർക്ക്, 18 മാർക്കാണ്. അല്ല സാറേ, നമുക്ക് 50 ക്വസ്റ്റ്യന് 2 മാർക്ക് വെച്ചിട്ടാണ് അല്ലെ? അപ്പൊ 36. ഹലോ, ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയോ? ഈ മനസ്സിലായി സാറേ, എനിക്ക് മനസ്സിലായി.
കോഴ്സ് ഒന്ന് തന്നെയാണെങ്കിലോ സർട്ടിഫിക്കേഷൻ കൗൺസിലിന്റെ അപ്ഡേഷൻ അനുസരിച്ചിട്ട് എക്സാമിന്റെ രീതികൾ, മാർക്കിന്റെ രീതികൾ ഇതൊക്കെ പലതവണ മാറിക്കൊണ്ടിരിക്കും. ഈ എക്സാം ഫീസ് ഉൾപ്പെടെ പലതിലും മാറിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് ഇതെല്ലാം ഓർമ്മയിൽ വെക്കാൻ പറ്റില്ലല്ലോ. ഒരുപാട് ബാച്ച് ഉണ്ട്, 57,000 58,000 വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ തലയിൽ കാര്യങ്ങളൊക്കെ നിൽക്കൂല. എന്റെ കുഞ്ഞിത്തലയാണ് നിങ്ങൾ കാണുന്നില്ല, കുഞ്ഞിത്തലയാണ്. അപ്പോ ഇതൊന്നും അങ്ങനെ നിൽക്കൂല. അപ്പൊ ആ പ്രശ്നം എന്താന്ന് വെച്ചാല് ഓരോന്നിന്റെയും നമ്മ അതാത് സെക്ഷനിൽ നോക്കി ചോദിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. അതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കമോൺ. ക്യാമറ ഓൺ ആക്കിയിട്ടല്ലേ സാർ എക്സാം ഉണ്ടാവുക? ഉറപ്പായിട്ടും നിങ്ങളുടെ ശ്രീത്വം ഭാവമാർന്ന മുഖം വീഡിയോയിൽ കണ്ടിട്ടേ നമ്മൾ എക്സാം എഴുതാൻ അനുവദിക്കുകയുള്ളൂ. ഓക്കെ, ഒരു തർക്കവും വിചാരിക്കേണ്ട. മേക്കപ്പ് ഇടുന്ന ആൾക്കാരൊക്കെ മേക്കപ്പ് ഒക്കെ ഇട്ട് വന്നു. എല്ലാവരും വീഡിയോ ഓൺ ചെയ്ത് വെക്കണം കേട്ടോ. സാർ ഞങ്ങൾക്ക് സാർമാരെ കാണാൻ പറ്റുമോ? ഉറപ്പായിട്ടും കാണാൻ പറ്റും, പക്ഷെ അവര് വീഡിയോ ഓൺ ചെയ്യൂല. ഹലോ, നിങ്ങൾക്ക് 3 ഇൻവിജിലേറ്റേഴ്സ് ഉണ്ടാവും. 3 ഇൻവിജിലേറ്റേഴ്സ് ഉണ്ടാവും. ഒരാള് നമ്മുടെ ഇവിടെ നിന്ന് പിന്നെ ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ഒരു ടീച്ചർ. നിങ്ങൾക്ക് ഇതുവരെ ക്ലാസ്സുകൾ എടുക്കാത്ത ടീച്ചർമാരായിരിക്കും നിങ്ങളുടെ ഇൻവിജിലേറ്റേഴ്സ് ആയിട്ട് വരുന്നത്. കാരണം എന്താണെന്നറിയോ, ഇനി നിങ്ങളായിട്ട് ബന്ധമുള്ള ആൾക്കാർ വരുമ്പോഴേ അവർക്കൊരു അയ്യോ ഇന്ന ആളാണല്ലോ. ഇപ്പൊ വൃന്ദ, അരഫ എന്നല്ലേ പേര്, അറാഫ, ജിഷ, ജാസിഫ്, ഫർസാന, ഈ പേരൊക്കെ കാണുമ്പോ മായ, ഈ പേരൊക്കെ കാണുമ്പോഴേ അവർക്ക് അയ്യോ നല്ല കൊച്ചാണ്, എല്ലാ ദിവസവും ക്ലാസ്സിൽ വന്നതാണ്, ആ കുട്ടി എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്നൊക്കെ തോന്നിയാല എന്ന് വിചാരിച്ചിട്ടേ ടീച്ചർമാരെ നമ്മളങ്ങാട് ഒഴിവാക്കിയായിട്ട് എക്സാം കൺട്രോൾ വിഭാഗത്തിൽ നിന്നുള്ള ടീമായിപ്പോൾ നിങ്ങളാണ് നയിക്കുന്നത്. പ്ലസ് ബി കെയർഫുൾ, ഷാഡോ ഇൻവിജിലേറ്റേഴ്സ് ഫ്രം സർട്ടിഫിക്കേഷൻ കൗൺസിൽ. സർട്ടിഫിക്കേഷൻ കൗൺസിലിന്റെ ഷാഡോ ഇൻവിജിലേറ്റേഴ്സ് ഉണ്ടാവും. നിങ്ങൾ ആ മെയിൽ IDs നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കും. RSDC എന്ന് 2 പേര് കയറും. നിങ്ങളുടെ വീഡിയോ ലൈവ് സ്ട്രീമിംഗ് വീഡിയോ ആയിരിക്കും, റെക്കോർഡഡ് ആയിരിക്കും. ഓക്കെ, അത് AI ഡിറ്റക്ഷൻ ആയിരിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു തോന്നിയാണ് ഒരു ടെക്സ്റ്റ് ബുക്ക് പുറകിൽ വെച്ചിട്ട് എഴുതാം എന്നൊരു തോന്നിയാൽ നിങ്ങളുടെ ഐ കോണ്ടാക്റ്റിൽ, നിങ്ങളുടെ എക്സ്പ്രഷനിൽ, നിങ്ങളുടെ ബോഡി ലാംഗ്വേജിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യാസം ഉണ്ടെങ്കിൽ ഈ ഒരു വർഷത്തെ കോഴ്സ് ഗുദാഹുവ പോയി കിട്ടും. ഒരു കാരണവശാലും അങ്ങനെയൊന്നും ചെയ്യരുത്. വളരെ കെയർഫുൾ ആയിട്ട് ഇരുന്ന് എഴുതുക, ക്യാമറ തന്നെ ഫോക്കസ് ചെയ്യുക, നന്നായിട്ട് എഴുതുക കേട്ടോ. ഏതാണ്? കോപ്പി ഒന്നും വെക്കാൻ പറ്റില്ല, വെച്ചിട്ട് കാര്യമില്ല എന്നർത്ഥം. അതാണ് നമ്മൾ ടീച്ചർമാരാകുമ്പോ ഉണ്ടെങ്കിൽ നമ്മൾ ആരെടുത്താ ചോദിക്കുക? എന്താണ്? എക്സാം എഴുതിക്കൊണ്ടിരിക്കുമ്പോ നമുക്ക് ക്വസ്റ്റ്യനിൽ വല്ല ഡൗട്ടും ഉണ്ടെങ്കിൽ നമുക്ക് എടുത്ത സാറന്മാരല്ല വരുന്നേന്ന് പറഞ്ഞപ്പോ നമ്മൾ ആരെടുത്തായിരിക്കും ഡൗട്ട് ചോദിക്കുക? എക്സാം നടത്തുന്ന ആള് ആരാണോ ആ ആളോട് ചോദിക്കാം. ഒരാളെ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഉണ്ടാവും. എക്സാമിന്റെ ഉത്തരം ഒഴിച്ച് ബാക്കിയൊക്കെ അവര് പറഞ്ഞുതരും. ചോദിച്ചാൽ പറഞ്ഞു തരൂല, ബാക്കിയൊക്കെ അവർ പറഞ്ഞു തരും കേട്ടോ. ചോദ്യത്തിലൊന്നും ഒരു സംശയവും വരൂല, നിങ്ങൾ പഠിച്ച കാര്യങ്ങളെ ഉണ്ടാവുള്ളൂ. ആൻസർ ഒന്നും നമുക്ക് പറഞ്ഞു തരില്ല, പക്ഷെ നമുക്ക് ഒരുപാട് വട്ടം ക്വസ്റ്റ്യനിൽ അങ്ങനത്തെ ഒരു ഡൗട്ട് വന്നിട്ടുണ്ട്. വന്നിട്ടുണ്ടാ? ആ ഡൗട്ട് ഒക്കെ ഈ മെയിൻ എക്സാമോട് കൂടിയിട്ട് ഇതൊക്കെ സെറ്റ് ആവും കേട്ടാ. ഒരു ഡൗട്ടും ഇനി വരൂല. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം കേട്ടോ, കുഴപ്പമില്ല, ചോദിക്കാനുള്ള അവസരം ഉണ്ടാവും. റൈറ്റ് സാറേ, PGയുടെ സർട്ടിഫിക്കറ്റും ഡിപ്ലോമയുടെ സർട്ടിഫിക്കറ്റും സെപ്പറേറ്റ് ആണോ അല്ലെങ്കിൽ ഒരുമിച്ചാണോ? നല്ല ചോദ്യമാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ആരുടെ മുത്തുവാണ് അല്ലേ? നിങ്ങളുടെ ശരിക്കും പേര് മുത്തു തന്നെയാണോ? അതെ. മുത്തു ഫൈസൽ. യെസ്, റൈറ്റ്. അപ്പോ മുത്തു, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർക്കുന്നത്. ഡിപ്ലോമയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, PGയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. PG പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഡിപ്ലോമയുടെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതല്ല, അവർക്ക് കിട്ടുന്നത് PGയുടെ സർട്ടിഫിക്കറ്റ് ആണ്. നിങ്ങളുടെ കോഴ്സിനോടൊപ്പം അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് ഒരേ ഒരു സർട്ടിഫിക്കറ്റ് ആണ്. അതേത് സർട്ടിഫിക്കറ്റ് ആണ്? അയ്യോ, ആരും പറയാനില്ലേ? അബ്രോഡ് സർട്ടിഫിക്കറ്റാ? എന്നെ കരയിപ്പിക്കുള്ളൂ. നിങ്ങളുടെ കോഴ്സിനോടൊപ്പം അറ്റാച്ച് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഏത് സർട്ടിഫിക്കറ്റ് ആണ്? മോണ്ടിസോറി സർട്ടിഫിക്കറ്റ്.
അതാണ് മോണ്ടിസോറി സർട്ടിഫിക്കറ്റ് ആണ്. മോണ്ടിസോറി ഏത് സർട്ടിഫിക്കറ്റ് ആണ്? നാഷണൽ ലെവലിലുള്ള RSDCA സർട്ടിഫിക്കറ്റ് ആണ്. സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഓട്ടോണമസ് ബോഡി RSDCA, ISO സർട്ടിഫൈഡ് സർട്ടിഫിക്കേഷൻ കൗൺസിൽ RSDCA, ഇന്ത്യൻ എംബസിയുടെ അറ്റസ്റ്റേഷൻ കിട്ടുന്ന RSDCA, മോഫ അറ്റസ്റ്റേഷൻ കിട്ടുന്ന RSDCA, സൗദി അപ്പോസ്റ്റൽ അറ്റസ്റ്റേഷൻ കിട്ടുന്ന RSDCA, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന RSDCA. ആ RSDCA സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്, കോഴ്സിനോടൊപ്പം അറ്റാച്ച്ഡ് ആയിട്ടുള്ളത്. ഡിപ്ലോമ ചെയ്യുന്ന വിദ്യാർത്ഥിയുടെ കോഴ്സ് എന്ന് പറയുന്നത് ഡിപ്ലോമ കോഴ്സാണ്. ആ കുട്ടിക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് തികച്ചും സൗജന്യമായി കിട്ടുന്ന സർട്ടിഫിക്കറ്റ് RSDCA നാഷണൽ ലെവലിലുള്ള ദേശീയ അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കും. PG ചെയ്യുന്നയാൾക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് എഡ്യൂക്കേഷൻ PGM-TED എന്ന് പറയുന്ന ഈ കോഴ്സ് ചെയ്യുന്ന ആളുകൾക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് PG സർട്ടിഫിക്കറ്റ് ആയിരിക്കും, ഡിപ്ലോമയുടെ സർട്ടിഫിക്കറ്റ് ആകുകയില്ല. PG സർട്ടിഫിക്കറ്റ് ആയിരിക്കും കിട്ടുക. എന്നാൽ ചില ആളുകൾക്ക് ഒരു ആഗ്രഹം, എന്താ? PG സർട്ടിഫിക്കറ്റിനോടൊപ്പം ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കൂടി എടുത്തു വെക്കണം എന്ന് ചെറിയൊരു ആഗ്രഹം. മിഥുനത്തില് ഉർവശി ആദ്യം മാവിലെറിഞ്ഞ കല്ലെടുത്ത് വെച്ചിട്ടുണ്ട്, ആദ്യമായി ബ്രഷ് ചെയ്ത ടൂത്ത് ബ്രഷ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ചില ആൾക്ക് ഇങ്ങനെയും കൂടി ഒരു ആഗ്രഹം തോന്നാം. ഒരുപാട് പേര് അങ്ങനെ വാങ്ങാറുണ്ട്. ഓക്കെ, മാറിപ്പോയത് മിഥുനത്തിലല്ല. മിഥുനത്തിലല്ലേ? മോഹൻലാൽ ഉർവശിയും ബിസ്ക്കറ്റ് അമ്മ കൊടുക്കുന്നത് ദാക്ഷായണി ബിസ്ക്കറ്റ്. മിഥുനും അല്ലേ അത്? ആ സിനിമ പേരെന്താ? ആ സിനിമയുടെ പേര് എന്നാണ് ശരി. തെറ്റ് പരിഹരിക്കാം. ഇടമോ മിഥുനോ ശരി. അപ്പൊ പറഞ്ഞു വന്നത് PG ഡിപ്ലോമ സർട്ടിഫിക്കറ്റിനോടൊപ്പം അവർക്ക് തോന്നിയ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് വേണം എന്ന് തോന്നിയാൽ 2000 രൂപ അതിനു വേണ്ടി എക്സ്ട്രാ അടക്കേണ്ടി വരും. അങ്ങനെ 2000 രൂപ കളഞ്ഞ് ഒരു സർട്ടിഫിക്കറ്റ് എടുത്ത് വെച്ചിട്ട് സന്തോഷിക്കണം എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് എടുത്തു വെക്കാം. ഒരാവശ്യമില്ലാത്ത കാര്യമാണെന്ന് ഞാൻ പറയുള്ളൂ, ഒരാവശ്യമില്ലാത്ത കാര്യമാണ്. ഞങ്ങൾ വേണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ പ്രൊസീഡ്. കേട്ടോ, 2000 റുപ്പീസ് ആണ്, 2000 രൂപ പോവും. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂട്ടിനുള്ളത് കേട്ടത് സർട്ടിഫിക്കേഷൻ കൗൺസിൽ കൊടുക്കേണ്ടതാണ്. നമ്മള് നാട്ടിലത്തെ സ്കൂളിൽ വർക്ക് ചെയ്യണവർക്ക് നമ്മള് ഈ അബ്രോഡ് സർട്ടിഫിക്കറ്റും കൂടെ എടുത്തു വെക്കേണ്ടത് അത്യാവശ്യമാണോ? ഇല്ല, അത്യാവശ്യമില്ല. എന്നാൽ പക്ഷെ അത് അവർക്ക് കാണിക്കണതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി അങ്ങനൊന്നും ഇല്ലല്ലോ. അവർക്ക് ഒരു സന്തോഷം കിട്ടും, നിങ്ങൾക്കും ഒരു സന്തോഷം കിട്ടും. അതിനേക്കാൾ അപ്പുറത്തേക്ക് ആ സ്കൂൾ മാനേജ്മെന്റ്, അതൊക്കെ ഒരു മാനേജ്മെന്റിന്റെ നയപരമായിട്ടുള്ള കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യമാണ്. അവർക്ക് തോന്നാണ് ഇത് ഡ്യുവൽ സർട്ടിഫിക്കേഷൻ കോഴ്സാണ്. പുറത്തൊക്കെ വിദേശത്തൊക്കെ ഡ്യുവൽ സർട്ടിഫിക്കേഷൻ കോഴ്സ് പ്രീമിയം കോഴ്സുകളായി പരിഗണിക്കാറുണ്ട്. അതുപോലെ ഒരു അന്തർദേശീയ അംഗീകാരമുള്ള കോഴ്സാണ് എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, ഡിപ്പെൻഡിങ് ഓൺ യുവർ പെർഫോമൻസ്. നിങ്ങളുടെ പെർഫോമൻസിന്റെ കൂടി അടിസ്ഥാനത്തിൽ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട്, പക്ഷെ ക്ലാസ് എടുക്കാൻ തുടങ്ങി കിട്ടൂലല്ലോ. അപ്പൊ നല്ല സർട്ടിഫിക്കറ്റ്, നല്ല ക്ലാസ്, നല്ല ഡ്രസ് കോഡ്, നല്ല ചിരി, നല്ല പങ്ക്ച്വാലിറ്റി, നല്ല ഡെഡിക്കേഷൻ, നല്ല ജോബ് സ്റ്റൈൽ, നല്ല ടീച്ചിങ് പ്രാക്ടീസ്, ഇതെല്ലാം ആവശ്യമാണ്. റൈറ്റ്? ഓക്കെ, നമ്മള് ഇപ്പൊ അബ്രോഡിന്റെ സർട്ടിഫിക്കറ്റ് എടുത്തില്ല, അപ്പൊ കുറച്ച് കഴിഞ്ഞ് നമുക്ക് എടുക്കാൻ പറ്റുമോ? നല്ല ചോദ്യമാണ്. ഓക്കെ, റൈറ്റ്. സിമ്പിൾ എക്സാമ്പിൾ. നമ്മള് ഇഡ്ലിക്ക് സാമ്പാർ വിളമ്പി, ഇഡ്ലിക്ക് ചട്നി സാമ്പാർ കൂടെ ഉണ്ടാവുമല്ലോ. സാമ്പാർ വിളമ്പി, സാമ്പാർ ഇങ്ങനെ ഇരുന്ന് പിറ്റേ ദിവസം രാവിലെ ഒരല്പം നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ പറഞ്ഞത് എനിക്കറിയൂല, ഇത്തിരി വളിച്ചു എന്ന് പറയൂലേ, ഇത്തിരി മോശമായി തുടങ്ങും. പക്ഷെ ആ സമയത്ത് സാമ്പാർ ഒരു രുചിയുണ്ടോ. 2 ദിവസം കഴിഞ്ഞ പിന്നെ ഒട്ടും ഉപയോഗിക്കാൻ പറ്റൂല. മനസ്സിലായി? ഈ സർട്ടിഫിക്കറ്റിനെ കാര്യത്തിൽ ഇതുപോലെ തന്നെയാണ്. ഇപ്പൊ നിങ്ങൾ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങുന്നു. ഇപ്പൊ വാങ്ങുന്ന സർട്ടിഫിക്കറ്റ് നാഷണൽ ലെവലിലുള്ള RSDCA സർട്ടിഫിക്കറ്റ് ആണ്.
അതിൽ ഡേറ്റ് ഇപ്പൊ ഇന്നാണ് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതെന്ന് വിചാരിക്കുക, ഇഷ്യൂ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഇന്ന് മെയ് മാസം 8-ാം തീയതിയാണ് 2025 മെയ് മാസം 8-ാം തീയതി എന്ന് മനോഹരമായി ആ സർട്ടിഫിക്കറ്റിനകത്ത് എഴുതിയിട്ടുണ്ടാവും. ചോദിച്ച ചോദ്യം ചോദിച്ചാരായിരുന്നു? ജിഷ ജാസിഫ് ആയിരുന്നോ? നല്ല മികച്ച ചോദ്യമാണ്. മികച്ച ചോദ്യമാണത്. ജിഷ ഇങ്ങനെ സ്വപ്നങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കാണ്. ഒരു ദിവസം ജിഷക്ക് ഒരു തോന്നല്, എനിക്ക് ഗൾഫിൽ പോകണം. തോന്നല് വന്നത് ഈ സർട്ടിഫിക്കറ്റ് വെച്ച് 6 മാസം കഴിഞ്ഞപ്പോഴാണ്. അപ്പൊ ജിഷ പറയുന്നു, സാർ എനിക്ക് ഈ സർട്ടിഫിക്കറ്റ് വേണം. നമ്മൾ സർട്ടിഫിക്കേഷൻ കൗൺസിൽ വിളിച്ച് പറഞ്ഞാൽ അവർ സർട്ടിഫിക്കറ്റ് ഒരു പക്ഷേ തന്നേക്കാം. പക്ഷേ ആ സർട്ടിഫിക്കറ്റിലുള്ള ഡേറ്റ് എപ്പോഴത്തെയായിരിക്കും? മെയ് കഴിഞ്ഞ് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. എപ്പോഴാ? 7-ാം മാസത്തേക്കുള്ള നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുക. 6 മാസം കഴിഞ്ഞപ്പോഴാണ് സ്വപ്നം വന്നത്. അപ്പൊ 7-ാം മാസം സർട്ടിഫിക്കറ്റ് കിട്ടി. മനസ്സിലായില്ലേ? അപ്പൊ സാന്താക്ലോസ് അപ്പൻ ഈ മാങ്കുട്ടികളെയൊക്കെ പിടിച്ചുകൊണ്ട് സമ്മാനപ്പൊടിയൊക്കെ ആയിട്ട് വന്ന ഡിസംബർ മാസത്തില ഡിസംബർ 25 അല്ലെങ്കിൽ ഡിസംബർ 8 എന്ന് പറയുന്ന ഒരു തീയതി ആയിരിക്കും. ഈ നമ്മ ഈ സർട്ടിഫിക്കറ്റ് കൊണ്ടും പോവുകയാണ്. സാർ നോക്കൂ, എന്റെ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ് ഒരു എംപ്ലോയറുടെ മുന്നിൽ കൊണ്ടുവന്ന് സമർപ്പിക്കുക. എംപ്ലോയർ ഇതെടുത്ത് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ എന്താ കഥ? ഡിപ്ലോമ സർട്ടിഫിക്കറ്റിൽ മെയ് മാസം 8-ന് ഇഷ്യൂ ചെയ്താക്കണം. ഈ സർട്ടിഫിക്കറ്റ് ഡിസംബർ 8-ന് ഇഷ്യൂ ചെയ്താക്കുന്നു. 7 മാസത്തെ വ്യത്യാസം. അതോടുകൂടി നിങ്ങളുടെ ക്രെഡിബിലിറ്റി അവിടെ പോയി. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായില്ലേ? സാമ്പാർ കളിച്ചു പോയി, ഉപയോഗിക്കാൻ പറ്റൂലെന്ന്. പിന്നെ അപ്പോ ഏറ്റവും ഉചിതം അങ്ങനെ ഭാവിയിൽ ഇപ്പൊ പോകാൻ തയ്യാറെടുക്കുന്നവർ, ഭാവിയിൽ ഇങ്ങനെ സ്വപ്നം വരുമെന്ന് ആഗ്രഹിക്കുന്നവർ, അവരൊക്കെ ഇപ്പൊ തന്നെ സർട്ടിഫിക്കറ്റ് മേടിക്ക് വെച്ചേക്കുക. ഇപ്പൊ പൈസ പോണത് കണക്കാക്കണ്ട. ഭാവിയിൽ സ്വപ്നം. യെസ്. അപ്പൊ ആ സർട്ടിഫിക്കറ്റിലെ ഡേറ്റ് മറ്റേ സർട്ടിഫിക്കറ്റിലെ ഡേറ്റ് പോലെ ആക്കിയാ പോരെ? നല്ല സാധനമാണല്ലോ. വാട്ട് എ ഗുഡ് ഐഡിയ. ആരാണ് ചോദിച്ചത്? പറഞ്ഞത് ആരായിരുന്നത്? നസ്രത്ത്. പ്രശ്നം എന്താന്ന് വെച്ചാല് ഒറ്റ വിഷയമുള്ളൂ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യാജരേഖ ചമക്കലിന് 3 വർഷം മുതലാണ് തടവ്. മനസ്സിലായില്ലേ? സർട്ടിഫിക്കറ്റിന്റെ ഡേറ്റ് അങ്ങനെ മാറ്റാൻ പറ്റൂലെന്ന്. ആര് മാറ്റുന്ന പറയുന്നത്? അവര് മാറ്റുന്നതാണോ? അവർക്ക് ചെയ്യാനായിട്ട് പറ്റൂല, നമുക്കും ചെയ്യാനായിട്ട് പറ്റൂല. ആ അതോറിറ്റിയിൽ നിന്ന് ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകൾ ഒരു പർട്ടിക്കുലർ ഡേറ്റിനുള്ളിൽ സെൻട്രൽ ഗവൺമെന്റിലോട്ട് അവർ അപ്ലോഡ് ചെയ്ത് വിടും. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? എന്താണെന്ന് വെച്ചാൽ ഞാൻ അതാണ് പറഞ്ഞത്, 6 മാസം കഴിയുമ്പോ ചോദിച്ചാൽ ചിലപ്പോൾ കിട്ടിയേക്കാം എന്ന് പറഞ്ഞത്. അങ്ങനെ സെൻട്രൽ ഗവൺമെന്റിലോട്ട് ഇത് അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പാണെങ്കിൽ നമുക്കത് കിട്ടും. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കിട്ടിയില്ല വരാ. മനസ്സിലായി? അപ്പൊ അങ്ങനെ വെച്ച് ചെയ്തൂടെ? ഡേറ്റ് തന്നെ വെച്ച് ചെയ്തൂടെ? എന്താ ഇത്? മറ്റേ ചപ്പാത്തി മെഷീൻ അടിക്കുമല്ലോ, ഗോതമ്പൊടിയും വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അടിച്ചടിച്ച് പോരൂലേ? ഇത് അതുപോലെ വന്ന സാധനം അല്ലാന്ന്. മനസ്സിലായില്ലേ? ഈ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ആ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ പറ്റൂല. രണ്ടും 2 സർട്ടിഫിക്കേഷൻ കൗൺസിലുകളാണ്. അതിന് അതിൻ്റെതായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇറ്റ്സ് നോട്ട് ചപ്പാത്തി, ഇറ്റ്സ് സർട്ടിഫിക്കറ്റ്. ഓക്കെ സർ. കമോൺ, അടുത്തത്. കമോൺ. കഴിഞ്ഞ ചപ്പാത്തി കാര്യം പറഞ്ഞപ്പോ എല്ലാവരും ചപ്പാത്തിയുടെ പുറകെ പോയാ? 3:30 മണിയായല്ലോ. കമോൺ, ഇനി എന്തെങ്കിലും ഉണ്ടോ? സംശയങ്ങളുണ്ടോ? ഇല്ല. സംശയങ്ങളില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സംശയം ഏറെക്കുറെ ക്ലിയർ ആയിട്ടുണ്ട് എല്ലാവർക്കും. അയ്യോ, അങ്ങനെ പറയുമ്പോ പിന്നെയും പ്രശ്നമാണ്. ഏറെക്കുറെ ക്ലിയർ ആയി എന്ന് പറയുമ്പോൾ അതല്ല, ഇനി കേറാത്തവരുടെ കാര്യം ഞാൻ ഉദ്ദേശിച്ചത്. സോറി സാർ, അങ്ങനെയല്ല. ഇപ്പൊ സെറ്റായി. ഇതിനകത്ത് പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ആളുകളുടെയും മുഴുവൻ സംശയങ്ങളും മാറിക്കഴിഞ്ഞു. അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടെന്ന്. എന്റെ മുഖത്തോട്ട് നോക്കിയ ഒരു സന്തോഷം കണ്ടില്ലേ നിങ്ങൾ? പിന്നെ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നു. കാണാൻ പറ്റുന്നുണ്ട്. റൈറ്റ്, ഓക്കെ. അപ്പോ ഇപ്പൊ എല്ലാവരും സംശയങ്ങൾ ഏറെക്കുറെ മാറിയിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കുക. എല്ലാവർക്കും കൂടിയും പലതവണയായിട്ട് പറയാനുള്ള ആരോഗ്യം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കുക. നിങ്ങൾക്ക് ഇനി പറഞ്ഞു ഒതുക്കാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചോ, ഞാൻ റെഡിയാണ് കേട്ടോ. അപ്പോ ഞാൻ ഒറ്റ കാര്യം കൂടി പറഞ്ഞാൽ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. എന്റെ ഫോൺ നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ടോ? എല്ലാവരുടെയും കയ്യിലുണ്ടോ? ഉണ്ട് സാറേ, നമ്മൾ വിളിക്കാറുണ്ടല്ലോ. ഞാൻ മായ ജിഷാനെയൊക്കെ വിളിക്കാറില്ല സാർ. എന്റെ നമ്പർ ഞാൻ ഒരിക്കൽ കൂടി പറയാം. ഓക്കെ, നിങ്ങൾ ടീച്ചർമാരല്ലേ?
ടീച്ചർമാരല്ലേ? ഞാൻ പറഞ്ഞു തന്നിരുന്നോ? നമ്പർ പറഞ്ഞു തന്നായിരുന്നോ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ? ഫസ്റ്റത്തെ ക്ലാസ്സിന് തന്നെ പറഞ്ഞു തന്നായിരുന്നു. ഫസ്റ്റത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ആരെങ്കിലും ആ നമ്പർ ഓർമ്മയിലുണ്ടോ? സേവ് ഉണ്ട്. സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, റൈറ്റ്. അപ്പൊ ഞാനൊരു കഥ പറയാം നിങ്ങളോട്. ഈ കഥ പറഞ്ഞിട്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. കഥ പറയാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്, അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾ അപ്പൂപ്പൻ താടി കണ്ടിട്ടില്ലേ? അപ്പൂപ്പൻ താടി കണ്ടിട്ടില്ലേ? അപ്പൂപ്പൻ താടി മിനിങ്ങി നിൽക്കുന്ന വെള്ളി നൂലുകൾ പോലെയുള്ള അപ്പൂപ്പൻ താടി, അതുപോലെ നരച്ച നീണ്ട മുടിയുള്ള ഒരു അപ്പൂപ്പൻ കേട്ടോ. നീണ്ട മുടിയുള്ള അപ്പൂപ്പൻ താടി പോലെ നല്ല വെളുത്തിരിക്കുന്ന മുടിയുള്ള ഒരു അപ്പൂപ്പനെ, ആ അപ്പൂപ്പന് നല്ലൊരു ഭംഗിയുള്ള താടിയുണ്ട്. ഒരൊറ്റ പിന്നെ താടി രോമമോ തലയിലെ മുടിയോ ഒന്നും തന്നെ കറുത്തതായിട്ടില്ല. മുഴുവനും അപ്പൂപ്പൻ താടി പോലെ വെളുത്തിരിക്കുന്നു ഒരു അപ്പൂപ്പൻ, നല്ല കറുത്തിട്ടൊരു അപ്പൂപ്പൻ കേട്ടോ. ഒരു പറമ്പില്, ഒരു പാടത്ത്, ഒരു വയലിലെ പണിക്കാരനാണ് അദ്ദേഹം കേട്ടോ. നിങ്ങൾ അപ്പൂപ്പനൊന്ന് മനസ്സിൽ കണ്ടോ? അങ്ങനെ ഒരു അപ്പൂപ്പൻ, നല്ല കറുത്തിട്ട് ആരോഗ്യ ദൃഢഗാത്രനായിട്ടുള്ള ഒരു അപ്പൂപ്പനെ, ആരോഗ്യ ദൃഢഗാത്രനാണ് അദ്ദേഹം. ഏറെ വയസ്സായെങ്കിലും നല്ല ആരോഗ്യം ഇപ്പോഴും ഉണ്ട്. പറമ്പിൽ പണിയെടുത്തിട്ടുള്ള ആരോഗ്യമാണ്. ഓക്കെ, അബ്ബാസ് സഹീർ, യു ഗോട്ട് ഇറ്റ്. ആൾക്ക് 92 വയസ്സാണ്. എത്ര വയസ്സാണ്? 92 വയസ്സ് കേട്ടോ. 92 വയസ്സ്. ഈ അപ്പൂപ്പൻ ഇരിക്കുന്നത് ഒരു വലിയ പാടമുണ്ട്, വലിയ പാടം, ചുറ്റിനും വിളഞ്ഞു നിൽക്കുന്ന ഒരു വലിയ പാടത്തിന്റെ നടുക്ക് ഓല കൊണ്ട് മേഞ്ഞിട്ടുള്ള ചെറിയൊരു കുടിലുണ്ട്. നിങ്ങൾ മനസ്സിൽ കാണണോട്ടാ, ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ടേയിരിക്കണേ. അപ്പോ വലിയൊരു പാടം, നിറഞ്ഞ് സമൃദ്ധമായി നിൽക്കുന്ന പാടം, എല്ലാ പിന്നെ ആ നെൽച്ചെടികളിലും ഇങ്ങനെ ഇതിന്റെ കതിര് മൂത്ത് നിൽക്കുകയാണ്. ഗോതമ്പ് നിറത്തിൽ നിൽക്കുന്ന ഒരു പാടം. ആ പാടത്തിന്റെ നടുക്ക് കണ്ടിട്ട് ഒരൊറ്റ കൂരയുണ്ട്, ഒരു ഓലമേഞ്ഞ ഒരു കൂര. ആ കൂരയുടെ മുറ്റത്ത് ഈ 92 വയസ്സുള്ള മുത്തച്ഛൻ നിൽക്കുവാണ്. അദ്ദേഹത്തിന്റെ കയ്യില് ഒരു കൊച്ചുമോളുടെ കൈയുണ്ട്. അദ്ദേഹം കൊച്ചുമോളെ കൂടെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. കൊച്ചുമോൾക്ക് ഈ അപ്പൂപ്പന് എത്ര വയസ്സുണ്ടെന്ന് അറിയോ? 92 വയസ്സ്. എത്ര വയസ്സാണ് പറഞ്ഞേ? 92 വയസ്സ്. 92 വയസ്സുള്ള മുത്തച്ഛൻ അങ്ങനെ നിൽക്കണു. കൂടെ 35 വയസ്സുള്ള ഒരു കൊച്ചുമോള്, മകളുടെ മകളാണ് കൊച്ചുമോള്. സുന്ദരിയായ, സിൻഡ്രലയെ പോലെ സുന്ദരിയായിട്ടുള്ള, നല്ല വെള്ളാരം കല്ലുകളുള്ള ഒരു സുന്ദരി കുട്ടിയായിട്ടുള്ള 35 വയസ്സുള്ള ഒരു കൊച്ചുമകള് ഈ അപ്പൂപ്പന്റെ ഒപ്പം നിൽക്കുകയാണ്. ഓക്കെ, അവര് ഒരു സന്ധ്യാസമയത്താണ് കേട്ടോ നിൽക്കുന്നത്. സന്ധ്യാസമയത്തെ അനന്തകോടി ആകാശ താരകങ്ങൾ, കാന്താരികൾ പൂത്തിറങ്ങിയതുപോലെ ആകാശത്ത് ഇങ്ങനെ കാണാം. വെളുത്ത നക്ഷത്രം, ചുവന്ന നക്ഷത്രം, പച്ച നക്ഷത്രം, മഞ്ഞ നക്ഷത്രം, ഒരുപാട് നക്ഷത്രങ്ങൾ. അപ്പൊ കൊച്ചുമോള് അപ്പൂപ്പനോടൊരു കാര്യം പറയാണ്. അപ്പൂപ്പ, നമുക്ക് ഈ നക്ഷത്രങ്ങളൊന്ന് എണ്ണിയൊന്ന് മത്സരിക്കാം. ഓക്കെ, എല്ലാ ആണുങ്ങൾക്കും സ്വന്തം മക്കളെക്കാൾ കൂടുതൽ ഇഷ്ടം പേരക്കുട്ടികളോടായിരിക്കും. അപ്പൂപ്പന്മാർക്കും അമ്മൂമ്മമാർക്കും അങ്ങനെ തന്നെയാണോ? മക്കളെക്കാൾ കൂടുതൽ ഇഷ്ടം പേരക്കുട്ടികളോടായിരിക്കും. അപ്പൂപ്പൻ റെഡിയായി കൊച്ചുമോളുടെ ഈ ആഗ്രഹത്തിന്, കൊച്ചുമോളോട് മത്സരിക്കാൻ അപ്പൂപ്പൻ റെഡിയായി. മത്സരം എന്താണ്? നക്ഷത്രങ്ങൾ എണ്ണാൻ പോകാൻ കേട്ടോ. അപ്പോ 92 വയസ്സുള്ള ഒരു മുത്തച്ഛൻ, 35 വയസ്സുള്ള മകളാണ്. അങ്ങനെ അവര് വാശിയോടെ എണ്ണി തുടങ്ങി. 1, 2, 3, 4 എണ്ണി തുടങ്ങി. 5, 6, 7, 8 എണ്ണി തുടങ്ങി. അവസാനം നക്ഷത്രങ്ങളൊക്കെ എണ്ണി തീർന്നു. മുത്തച്ഛനോട് കൊച്ചുമോള് ചോദിച്ചു, മുത്തച്ഛൻ എത്ര നക്ഷത്രങ്ങളെ എണ്ണി? മുത്തച്ഛൻ 700 നക്ഷത്രങ്ങളെ എണ്ണി. എത്ര നക്ഷത്രങ്ങളെ? എത്രയാണ്? 700 നക്ഷത്രങ്ങൾ. കൊച്ചുമോൾ എത്ര എണ്ണിന്ന് അറിയോ? കൊച്ചുമോള് 300 എണ്ണം എണ്ണി. എത്ര എണ്ണം എണ്ണി? 300. മനസ്സിലായി? ഓക്കെ, അപ്പൊ ഈ കഥയിൽ എത്ര നമ്പർ വന്നു? 92 വയസ്സുള്ള മുത്തച്ഛൻ, 35 വയസ്സുള്ള മകള്. 92 വയസ്സുള്ള മുത്തച്ഛൻ 700 നക്ഷത്രങ്ങളെ എണ്ണി, 35 വയസ്സുള്ള മകള് 300 നക്ഷത്രങ്ങളെ എണ്ണി. എന്റെ ഫോൺ നമ്പർ 92 35 700 300. ഇനി നിങ്ങൾ ഇത് ജീവിതത്തിൽ മറക്കൂല. ഈ നമ്പർ ഫോൺ പൊക്കോട്ടെ, ഫോണിൽ സേവ് ചെയ്യണ്ട. ഈ നമ്പർ നിങ്ങൾ ജീവിതത്തിൽ മറക്കൂല. ഈ കഥ എല്ലായ്പ്പോഴും നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ മരിച്ചാലും മറക്കൂല. അതാണ്. അപ്പോ അയ്യോ മരിക്കണ്ട കേട്ടോ. അപ്പോ നമ്മുടെ സ്റ്റുഡൻസിന് ഇങ്ങനെ പിന്നെ ഇങ്ങനത്തെ ചെറിയ കഥകളൊക്കെ ഉണ്ട്, ചെറിയ ടെക്നിക്സ് ഉണ്ട്. ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് നിങ്ങൾ ഉഷാറാക്കി എടുക്കണം കേട്ടോ. അപ്പോ ഈ നമ്പർ ഇനി ഒരിക്കലും മറക്കരുത്. 92 35 700 300. ഓക്കെ, ടാറ്റ, ബൈ ബൈ.
Okay, Okay, thank you. sir. Thank Thank you, you. all of you. Thank you. 9, 2, 9, 2, 3, 5, 7,